ഒരു മനുഷ്യനെ മുമ്പോട്ട് വിടാതിരിക്കുന്ന ഒരു വികാരമുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഭയമാണ്. ഫിയർ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ച് വീഴുന്ന സമയം തൊട്ട് പ്രായമായി അവസാനിക്കുന്ന അവസാനം വരെയും നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു വികാരമാണ് ഫിയർ, ഭയം. കൊച്ചു കുഞ്ഞുങ്ങളെ നമുക്കറിയാം, പെട്ടെന്നൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവർ ഞെട്ടും. ഫിയർ, ശബ്ദം, പെട്ടെന്നുള്ളൊരു ശബ്ദം മതി അവരെ ഞെട്ടിക്കാൻ. ഇരുട്ടിൽ പിള്ളേർക്ക് ഭയങ്കര പേടിയാണ് രാത്രി ഇരുട്ടത്ത് പോകാൻ. ദ ഫിയർ ഓഫ് ദി അൺനോൺ. പ്രായമായാലും ഭയങ്കര പേടിയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പല ഭയങ്ങൾ നിങ്ങളെ ഭരിക്കുന്നുണ്ട്. ഐ വോണ്ട് ടു ആസ്ക് യു, വാട്ട് ആർ ദ ഫിയേഴ്സ് ദാറ്റ് കൺട്രോൾ യുവർ ലൈഫ്? വാട്ട് ആർ ദ ഫിയേഴ്സ് ദാറ്റ് റിട്ടാർഡ് ദ പേസ് ഓഫ് യുവർ ലൈഫ്? നിന്റെ ജീവിതത്തിന്റെ മുമ്പോട്ട് പോക്കിനെ തടസ്സമായി ഇന്ന് രാത്രിയിൽ തടയിട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ ഭയങ്ങൾ എന്താണ്? ഇന്ന് രാത്രി അത് ദൈവം മാറ്റുമാറാകട്ടെ. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ വചനത്തിലൂടെ സംസാരിക്കാൻ പോവുകയാണ്. ആ ദൈവം ഓരോന്നായി തുടച്ചു മാറ്റട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ ഭീരുക്കൾ സ്വർഗരാജ്യം അവകാശമാക്കുന്നില്ല. എങ്ങനെ ഒരു മദ്യപാനി സ്വർഗത്തിൽ പോകില്ലയോ അതുപോലെ ഭീരു പോകില്ല എന്ന ബൈബിൾ എഴുതിയിരിക്കുന്നത്. കോവൂരല്ല പറഞ്ഞിരിക്കുന്നത്, ദൈവവചനമാണ് പറയണം. ഭീരുക്കൾ സ്വർഗരാജ്യം അവകാശമാക്കുന്നില്ല. ദൈവത്തിന്റെ മക്കൾക്ക് ഭയം ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്താ കാരണം? അപ്പച്ചന് ദൈവമായതുകൊണ്ടും അപ്പച്ചന് പേടിയില്ലാത്തതുകൊണ്ടും. പേടിയില്ലാത്ത ദൈവത്തിന്റെ മക്കൾക്ക് പേടിയുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി തിരുവചനം കേൾക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിശാച് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സംശയം ഇട്ടുകൊണ്ട് ഭയത്തെ വളർത്തിയെടുക്കുമ്പോൾ ഇന്ന് രാത്രി വിശ്വാസത്താൽ നിറച്ച് ഭയത്തെ തുറത്തി മാറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്താൽ നിന്റെ ഹൃദയത്തിൽ സംശയത്താൽ വളരുന്ന എല്ലാ ഭയത്തെയും ദൈവം ഇന്ന് രാത്രി തുടച്ചു മാറ്റുവാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. Genesis chapter 15 verse 1. ദർശനത്തിൽ അബ്രഹാമിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. Abraham, do not be afraid. അബ്രഹാമേ നീ ഭയപ്പെടേണ്ട. ഇന്ന് ചില അബ്രഹാന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. Don't be afraid. 365 പ്രാവശ്യം ബൈബിളിൽ ഭയപ്പെടേണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഡു നോട്ട് ബി അഫ്രെയ്ഡ്. ഡെയിലി ഒരെണ്ണം കേൾക്കാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട. 2 കാര്യമാണ്. ഞാൻ നിന്റെ പരിചയാണ്. ഐ ആം യുവർ ഷീൽഡ്. അബ്രഹാമിന്റെ പരിച ദൈവമാണ്. ഇന്ന് നിങ്ങളുടെയും പരിച ദൈവമായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹൗ ഈസ് എ ഷീൽഡ്? ഷീൽഡ് is something very staying close to you. പരിചയം എന്ന് പറയുന്ന സാധനം എവിടെ ഇരിക്കുന്നത്? നീ ഇവിടെയും പരിചയം അങ്ങേപ്പുറത്തെ മുറിയിലുമാണോ? അല്ല. പരിചയം എവിടെ ഇരിക്കുന്നത്? നിന്റെ മാർവിനോട് ചേർത്തായിരിക്കുന്നത്. പക്ഷെ പരിച ദേഹത്തിടുന്ന ഒരു സാധനമാണോ?
അല്ല, നമ്മൾ കൈകൊണ്ട് പിടിക്കുന്ന ഒരു സാധനമാണ്. അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പരിചയാണ് എന്ന് പറഞ്ഞാൽ നീ എന്നെ അടുത്ത് പിടിച്ചോണം. ഹല്ലേലൂയാ. ചില അബ്രഹാമിന് അറിയാം പരിചയമാണെന്ന്, പക്ഷെ ആ പരിചയം അങ്ങേപ്പുറത്തെ മുറിയിലിരിക്കുകയാണ്, അല്ല പാസ്റ്ററുടെ കയ്യിലിരിക്കുകയാണ്. പാസ്റ്ററുടെ കൈ പരിചയം ഇരുന്നിട്ട് കാര്യമില്ല. അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പരിചയാണെന്ന് പറഞ്ഞാൽ നീ അത് നിന്റെ അടുക്കൽ പിടിക്കണം. Praise the Lord. God is your shield. You hold him close to you. ദൈവം നിന്നെ പിടിച്ച് വീണ്ടെടുത്തു കഴിഞ്ഞാൽ അവനെ തിരിച്ച് കെട്ടിപ്പിടിച്ച് നിർത്തേണ്ട ഒരു അവസ്ഥ ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. Praise the Lord. Hold him close to your heart. നിന്റെ ഹൃദയത്തിന്റെ അടുത്ത് അവനെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. I am your inheritance. ഇംഗ്ലീഷ് വായിച്ചോ, എന്താണ് എഴുതിയിരിക്കുന്നത് അവിടെ? Yes. I am your great reward. Exceedingly great reward. ദൈവമാണ് നമ്മുടെ പ്രതിഫലം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് മനുഷ്യരെല്ലാം ശമ്പളത്തിനും കിളമ്പളത്തിനും വേണ്ടി ഓടി നടക്കുന്ന മുഴുവൻ. പ്രതിഫലം എവിടെന്നെങ്കിലും കിട്ടാമെങ്കിൽ അവിടെ നിന്നൊക്കെ വേണം. പക്ഷെ ദൈവം പറയാണ്, ഞാനാണ് നിന്റെ പ്രതിഫലം. ലേവി ഗോത്രത്തിന് സ്ഥലം കൊടുത്തില്ല, പുരോഹിതന്മാർക്ക് ദൈവം സ്ഥലം കൊടുത്തില്ല. ബാക്കി എല്ലാ ഗോത്രത്തിനും സ്ഥലം വിഭാഗിച്ചു. എന്നിട്ട് ലേവിയോട് പറഞ്ഞു, ലേവി, ഞാനാണ് നിന്റെ പ്രതിഫലം. പുതിയ നിയമത്തില് എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. അപ്പൊ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തെ തന്നാണ്. ഇന്ന് മനുഷ്യൻ ആരാധനയ്ക്ക് പോകുന്നത് എന്തിനാണ്? വീട് കിട്ടാൻ വേണ്ടിയിട്ടാ, ദൈവത്തെ കിട്ടാനല്ല. ഇന്ന് മനുഷ്യൻ എന്തിനാ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? അവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി സംഭവങ്ങൾ നടക്കും, അതിശയങ്ങൾ നടക്കും, ജോലി കിട്ടും, കല്യാണം നടക്കും, ഗൾഫിൽ പോകാം, ഇതിനൊക്കെ ആളുണ്ട്. പക്ഷെ ഇവിടെ ദൈവം പറയാണ്, ഞാനാണ് നിന്റെ പ്രതിഫലം. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ വേണം? ദൈവം നിന്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ബാക്കിയെല്ലാം തന്നെ വരും സഹോദര. ഹല്ലേലൂയ. ദൈവമാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം. നീ പ്രാർത്ഥനയ്ക്ക് പോകുന്ന മറ്റ് കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടല്ല. കാര്യസാധ്യത പൂജകളും ആരാധനകളും വേറെ സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ കാര്യസാധിപ്പിക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമാണ്. ഗോഡ് ഈസ് യുവർ റിവാർഡ്. ഹല്ലേലൂയ. എത്ര പേര് ദൈവത്തെ ഇന്ന് പ്രതിഫലമായി സ്വീകരിക്കും? ദൈവമേ, all I need is you. You are my reward. I want you more than anything else. More than silver and gold. More than any position and power. I need you, Master. Hallelujah. ദൈവത്തിനായി ആഗ്രഹിക്കുന്ന ഹൃദയങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിന്റെ പ്രതിഫലമായും ദൈവം നിന്റെ പരിചയമായും നിന്റെ അടുക്ക വന്നു കഴിയുമ്പോൾ ഭയം തന്നെ പോകും. ഭയത്തെ ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല. Praise the Lord. ഭയം തന്നെ മാറിപ്പോകും. ഭയം മാറിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നിന്റെ അടുക്കൽ നിന്ന് നിൽക്കുന്നില്ല എന്നാണ്. ഭയം മാറിയിട്ടില്ല അതിന്റെ അർത്ഥം ദൈവ സാന്നിധ്യം നിന്റെ വീട്ടിൽ കുറഞ്ഞിരിക്കുന്നു എന്നാണ്. നിന്റെ മക്കൾക്ക് ഭയമുണ്ടെങ്കിൽ, നിന്റെ വീട്ടിൽ ഭയമുണ്ടെങ്കിൽ, ചുറ്റുപാട് ദേശത്ത് ഭയം നിൽക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവം അതിനെ മാറ്റുമാറാകട്ടെ. Fear not, Abraham, I am your shield, an exceedingly great reward. Let's proceed forward. Genesis chapter 26 verse 24. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. ആകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവം കൽപ്പിക്കുകയാണ്, ഭയപ്പെടേണ്ട. എന്താ കാരണം? ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവം കൂടെയുള്ളവർക്ക് ഭയപ്പെടാൻ ഒരു കാര്യവുമില്ല. Fear not because I am with you. ദൈവം നിന്റെ കൂടെയുണ്ട്. പരീക്ഷ എഴുതാൻ നീ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ ആരാ നിന്റെ കൂടെ വരുന്നേ? എന്റെ പരീക്ഷയിൽ ഒന്നും ഞാൻ പേടിച്ചിട്ടില്ല, മുട്ടിടിച്ചിട്ടില്ല, ഇന്റർവ്യൂവിൽ ഒന്നും വിഷമിച്ചിട്ടില്ല. ബിക്കോസ് എനിക്കറിയാം എന്റെ കൂടെ വരുന്നതെല്ലാം ദൈവമാണ്. ഞാൻ MCH എൻട്രൻസ് എക്സാം എഴുതി വെല്ലൂരിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ തലേ ദിവസം രാത്രി പ്രാർത്ഥിച്ചു കിടന്നപ്പോൾ ദൈവം എനിക്ക് തന്ന വാഗ്ദത്തം എന്താണെന്നറിയാമോ? ഇറ്റ്സ് നോട്ട് ബൈ മൈറ്റ് നോർ ബൈ പവർ ബട്ട് ബൈ ദ സ്പിരിറ്റ് സേത്ത് ദ ലോർഡ്. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ തന്നെ. പിറ്റേ ദിവസം അന്യഭാഷ പറഞ്ഞ് ഈ വാക്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ വെല്ലൂരിൽ ഇന്റർവ്യൂവിന് പോകുന്നത്. പിന്നെ ആർക്കും ആ തടസ്സം തരുവാൻ സാധിക്കുകയില്ല. സ്പോൺസേർഡ് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു, ബോണ്ട് ഉള്ളവരുണ്ടായിരുന്നു, നോൺ PG ചെയ്തവരുണ്ടായിരുന്നു, പ്രൊഫസർമാരുടെ മക്കളുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ തന്നെ എന്ന് പറഞ്ഞ ദൈവം
എനിക്ക് വേണ്ടി തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് എത്ര പേര് വിശ്വസിക്കും ദൈവം നിന്റെ കൂടെ ഉണ്ട്? ഹല്ലേലൂയ. പത്രോസിന്റെ പടകിൽ യാത്ര ചെയ്ത ദൈവം ഇന്ന് രാത്രി നിന്റെ പടകിൽ ഉണ്ടാകിന്നാൽ ഒന്നും പേടിക്കണ്ട. അവർ സന്ധ്യയായപ്പോൾ കർത്താവിനെ പടകിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്തു. വലിയ തിരമാല ഉണ്ടായി. അമരത്ത് തലയണ വെച്ചുകൊണ്ട് യേശു ഉറങ്ങുകയായിരുന്നു. യേശു പടകിലുള്ളവന് പേടിക്കേണ്ട കാര്യമില്ല. എത്ര തിരമാല വന്നാലും നിന്നെ മുക്കുകയില്ല. തിരമാല അടിച്ചോട്ടെ, കാറ്റടിച്ചോട്ടെ, വലിയ കൊടുങ്കാറ്റടിച്ചോട്ടെ, സഹോദര സഹോദരി, നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ എന്റെ യേശു നിന്റെ പടകിലുണ്ട്. ഇന്ന് രാത്രി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും തിരുവചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നാണ് നിങ്ങളുടെ രക്ഷാ ദിവസം. നിങ്ങളുടെ ഹൃദയം യേശുവിനായി തുറന്നു കഴിയുമ്പോൾ അവർ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ പോകുകയാണ്. പിന്നെ ഒരിക്കലും മാറാതെ യേശു നിന്റെ പടകിൽ കാണും. ഹല്ലേലൂയ. He says, I will never leave you nor forsake you. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കുന്ന ഞാനാണോ കർത്താവാണോ? കർത്താവാണ്. ഹല്ലേലൂയ. നിന്റെ പിടി ചിലപ്പോ ലൂസായാലും പിടി ലൂസാകാത്ത ദൈവമാണ് നിന്റെ കൈ പിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകണം. ഹല്ലേലൂയ. ദൈവം പിടിച്ച പിടിക്ക് ഒരിക്കലും കുലുക്കമുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് തറപ്പിച്ച് പറഞ്ഞത്, ഞാൻ നിന്നെ കൈവിടുകയില്ല. തിരിച്ചായിരുന്നെങ്കിൽ തെറ്റിപ്പോയനെ, നീ എന്നെ കൈവിടുകയില്ലെന്ന് പറഞ്ഞ പോയനെ. പല പ്രാവശ്യം നമ്മൾ കൈവിട്ടിട്ടുണ്ട്, എല്ലാം വിട്ടിട്ടുണ്ട്, കൈയും വിട്ടിട്ടുണ്ട്, കാലും വിട്ടിട്ടുണ്ട്, മറന്നും പോയിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞ് ഞാൻ നിന്നെ കൈവിടുകയില്ല. ഹല്ലേലൂയ. നിന്നെ കൈവിടുകയില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അവസാന ശ്വാസം വരെ നിന്റെ കൈക്ക് പിടിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കൂട്ടുകാരുപേക്ഷിക്കും, വീട്ടുകാരുപേക്ഷിക്കും, അമ്മായിയമ്മ ഉപേക്ഷിക്കും, മരുമക്കൾ ഉപേക്ഷിക്കും, ഭാര്യ ഉപേക്ഷിക്കും, ഭർത്താവ് ഉപേക്ഷിക്കും. കർത്താവ് ഉപേക്ഷിക്കുന്ന പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്റെ യേശു വിശ്വസ്തനാണ്. He is the author and perfecter of your faith. അവൻ നിന്നെ വിളിച്ചാൽ അവസാനം വരെ നിന്റെ കൂടെ നിൽക്കുവാൻ വിശ്വസ്തനാണ്. Hallelujah. The world will leave you. Your friends will leave you. Your father, mother will leave you. Your husband and wife may leave you. But my Jesus will never leave you. പിന്നെ പേടിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പിശാച് നിന്നെ വെറുതെ വട്ടം കളിപ്പിക്കാൻ പേടി നിന്റെ മനസ്സിലിട്ടുണ്ട്. നിനക്ക് നാളെ ഭയമാണ്, നിനക്ക് പല കാര്യങ്ങളെ കുറിച്ചുള്ള വിചാരമാണ്, നിന്റെ ഭാവി എന്താകുമെന്ന് നീ ചിന്തിച്ച് സംശയിച്ചു കൊണ്ടിരിക്കുകയാണ്. You are so worried and afraid of your future, but your future is safe in God's hand. Your family is safe in God's hand. Your children are safe in God's hand. I want you to take all the fear out of your mind. ഇന്ന് നീ എന്തിനെ ഭയപ്പെടുന്നോ അതിനെ എടുത്തു കളയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പിശാചിന്റെ ഒരു പരിപാടി എന്താണെന്നറിയാമോ? ഇടയ്ക്ക് കൊണ്ടുവന്നൊരു സംശയം കൊണ്ട് കയറ്റി വെക്കും. റിസഷൻ എല്ലാം പോയിക്കൊണ്ടിരിക്കുക, ഒന്നും ശരിയാവില്ല, ഇനി നിന്റെ ബിസിനസ്സും പൂട്ടിയടാ. അങ്ങേപ്പുറത്തെ കടയിൽ കച്ചവടം നടക്കുന്നില്ല, അധികം വൈകാതെ നീയും പൂട്ടും. പിശാച് എന്ന് പറഞ്ഞു, നീയാണോ എന്നെ പൂട്ടിക്കാൻ നോക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. സഹോദര, മറ്റവന്റെ ജോലി പോയി, നിന്റെയും പോകാറായി. ഗൾഫിൽ നിന്ന് എല്ലാവരെയും തിരിച്ചു വിടുകയാണ്, അതുകൊണ്ട് നീയും തിരിച്ചു വരാൻ പോവുകയാണ്. നിന്നെ തൊടുകയില്ല. പിതാവ് അറിയാതെ നിന്നെ ഒരു ശക്തിക്കും തൊടുവാൻ സാധിക്കുകയില്ല. മറ്റേ ആരുടെയൊക്കെ പൂട്ടിയാലും നിന്റെ പൂട്ടുകയില്ല. When the world goes back in recession, the child of God goes forward in procession. ലോകം പുറകോട്ട് പോകുമ്പോൾ കൈക്ക് പിടിച്ച് ദൈവം മുമ്പോട്ട് നടത്തുന്നതിനാൽ ഞാൻ ദൈവത്തെ don't allow negative feelings and thoughts in your mind. തെറ്റായ ധാരണകൾ നിന്റെ മനസ്സിൽ പിശാചിടുമ്പോൾ, നിന്റെ ജോലിയെക്കുറിച്ച്, നിന്റെ പ്രൊഫഷനെ കുറിച്ച്, നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇടുമ്പോൾ വെളിയിൽ കളയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ഏതെങ്കിലും ഒരു കുഞ്ഞിന് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒരു റെഡ് ലെറ്റർ വന്നു കഴിഞ്ഞാൽ, അന്തകാലം എനിക്ക് ഓർമ്മയുണ്ട്, സ്കൂളിൽ ഞാൻ പറയാതെ വേഗം തുടച്ചു പോകുന്ന ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി. അവരുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല. ശലോമോനെ ജ്ഞാനിയാക്ക ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ ജ്ഞാനികളാക്കും. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ, ഫെലോഷിപ്പിൽ തന്നെ, ഇവിടെ ആരാധനയ്ക്ക് വന്ന ശേഷം, അതുൽ ഇന്നിവിടെ ഇല്ല, ഫുൾ A+. ഈയിടെ ഞാൻ ഒരാളോട് അതിലിനെ കുറിച്ച് സാക്ഷി പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ട്രെയിനിൽ വെച്ചാ ഞാൻ പറഞ്ഞത് വ്യാഴാഴ്ച, സാറേ ഞാൻ അവന്റെ ക്ലാസ്മേറ്റ് ആണ്,
ഞാൻ പറഞ്ഞു നിന്റെ ക്രിസ്ത്യ ജീവിതം എങ്ങനെയുണ്ട്? ഞങ്ങളുടെ കൂട്ടായ്മയിലാണ് അതില്. അവൻ ഫുൾ A+ ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കഴിഞ്ഞ വ്യാഴാഴ്ച തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ എന്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു പയ്യൻ എന്നോട് ചോദിച്ചു, വിശ്വാസിയാണോ, ദൈവത്തിന്റെ പൈതലാണോ? കൊച്ചു പയ്യന്, അവൻ MSc BSc പഠിക്കുക. ഞാൻ പറഞ്ഞു അതെന്താ? അല്ല കുറച്ചു നേരം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ ജീവിതം പ്രാർത്ഥനയും പ്രാർത്ഥന ജീവിതമാണെന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്റെ മുഖത്തോട്ട് നോക്കി, എന്താ പേരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടർ ജോർജ് കോ. ഫേസ്ബുക്കിൽ നമ്മൾ ഒരുമിച്ചാ. എന്നിട്ട് പുള്ളിക്ക് ഇവിടെ കിട്ടിയില്ല. പ്രൈസ് അത് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു നിനക്ക് സ്വപ്നം വല്ലതും ഉണ്ടോ? എനിക്ക് ഒരു സ്വപ്നവും ഇല്ല, ഞാൻ ആലോചിക്കുന്നേ ഉള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞു MAയോ BScയോ പഠിക്കുന്ന സമയത്ത് ഇത്രയായിട്ട് അവന് സ്വപ്നമായിട്ടില്ല. ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി നീ വെറുതെ കിടന്ന് സ്വപ്നം കാണാൻ പറഞ്ഞു. ജീവിതത്തിൽ തോൽവി അടഞ്ഞ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ചിരിക്കുന്ന ആരെങ്കിലും ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നീ സ്വപ്നം കാണണം. നിന്റെ കുഞ്ഞിന് വേണ്ടി, നിനക്ക് വേണ്ടി നീ സ്വപ്നം കാണണം. അത് ഫ്രീ ആണ്. കണ്ടുപൊട്ടന് പോലും കാണാൻ സാധിക്കും. പിന്നെ ദൈവവേദന കാണാൻ എന്താ വിഷമം? ഹല്ലേലൂയ. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്, ദൈവം നിന്നെ വിടുവിക്കുന്നത്, ദൈവം നിന്നെ പൊക്കിയെടുക്കുന്നത് ഇന്ന് രാത്രി നിന്റെ ആ ഉൾക്കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. ഞാൻ അന്ന് അതിനു വേണ്ടി ഒത്തിരി നന്ദി പറഞ്ഞു. കർത്താവേ, അനേകം ഇങ്ങനെ കണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ ഒഴുകുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. ഒരിക്കലും റാങ്ക് മേടിക്കില്ല എന്ന് ചിന്തിക്കുന്ന നിന്റെ കുഞ്ഞിനെ പൊക്കിയെടുക്കുവാൻ ദൈവത്തിന്റെ കരം വിശ്വസ്തനാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. Don't allow Satan to put negative thoughts in your mind. നിന്റെ മനസ്സിൽ പിശാച് തെറ്റായ ചിന്തകൾ കൊണ്ടിടുവാൻ ഒരിക്കലും നീ അനുവദിക്കരുത്. Hallelujah. 23-ാം സങ്കീർത്തനം എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണ്. അറിയാൻ വയ്യെങ്കിൽ ഇന്ന് പഠിക്കണം. പഠിച്ചിട്ടേ ഉറങ്ങാവൂ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ ഹോസ്പിറ്റലിൽ ചോദിച്ചു 23-ാം സങ്കീർത്തനം എത്രവർക്ക് പറയാം. അപ്പൊ ഒരാൾ ചാടി എഴുന്നേച്ച് പറഞ്ഞു, പച്ചയായ പുൽപ്പറങ്ങളിൽ എന്നെ കിടത്തുന്നു. ഞാൻ പറഞ്ഞു അതല്ല കുഞ്ഞെ തുടങ്ങുന്ന യഹോവ എന്റെ ഇടയനാകുന്നു എന്നാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് അവന് പച്ചയായ പുൽപ്പറ ഓർമ്മ വന്നു. പലർക്കും യഹോവ ഇടയനാകുന്ന ഓർമ്മയുണ്ട്, പക്ഷെ പച്ച ഓർമ്മയില്ല. അവരെപ്പോഴും ഉണക്കപ്പുല്ല് നിന്നുകൊണ്ട് നടക്കുക. യഹോവ ഇടയനാണെങ്കിൽ നീ പച്ചപ്പുല്ലേ തിന്നുള്ളൂ. ഉണക്കപ്പുല്ല് തിന്നുന്ന ആടല്ല. യഹോവ ഇടയനാണെങ്കിൽ നീ എന്ത് തിന്നും? പച്ചപ്പുല്ല്. ഇന്ന് തിന്നുന്ന പുല്ല് പച്ചയാണോ? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ. അതേ ഭാഗത്ത് അതിന്റെ 4-ാം വാക്യം, Psalm 23:4, I will fear no evil. കൂരിൽ കൂടെ നടന്നാലും കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഫിയർ ഓഫ് ദ ഡാർക്ക്നെസ്, ഫിയർ ഓഫ് ആക്സിഡന്റ്സ്, ഫിയർ ഓഫ് അൺസർട്ടനിറ്റി. പിശാച് ഇടുന്ന 3 സംഭവമാണ്. കൂരിൽ കൊണ്ടുവന്ന് നിന്റെ ചുറ്റും അങ്ങ് വെക്കും. ഈ ചില ട്രെയിനെ പോകുമ്പോൾ ടണലിനകത്തോട്ട് പോകുമ്പോൾ കാണാമല്ലോ, പെട്ടെന്ന് ഇരുട്ടായി, ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പിള്ളേരെല്ലാം അങ്ങോട്ട് ഞെട്ടാൻ തുടങ്ങും. ഇങ്ങനെ ജീവിതത്തിൽ പെട്ടെന്ന് കാർമേഘം വരും, ആകെ അങ്ങ് ഇരുട്ടാവും. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. I fear no evil. God has given you this promise that he will be with you. യേശു പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഒരു നാൾ നിന്നെ കൈവിടുകയില്ല. കൂരിരുൾ കൂടെ നീ പോകുമ്പോൾ വെളിച്ചമായ യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ കൂരിരുൾ നിനക്ക് എങ്ങനെ ആയിരിക്കും? വെളിച്ചമായിരിക്കും. ഹല്ലേലൂയ. പലർക്കും കൂരിരുളായിരിക്കുന്നതിന്റെ കാരണം ഇരുളേ ഉള്ളു, കർത്താവില്ല. കർത്താവ് നിന്റെ കൂടെ വന്നു കഴിയുമ്പോൾ കൂരിരുൾ നിനക്ക് വെളിച്ചമായി രൂപാന്തരപ്പെടും. കൂരിരുൾ താഴ്വരയിൽ കൂടെ പോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഫോർ യു ആർ വിത്ത് മീ. എന്തുകൊണ്ടാ ഭയപ്പെടാത്തെ? നീ എന്നോട് കൂടെ ഉണ്ട്. ഫോർ യു ആർ വിത്ത് മീ. In the darkness I feel no evil because you are with me. ഇന്ന് രാത്രി ആർക്ക് പറയാൻ സാധിക്കും, ഞാൻ കൂരിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ ഭയക്കുകയില്ല, നീ എന്നോട് കൂടെയുണ്ട്. ദൈവം കൂടെയുള്ളൊരു ജീവിതം ജീവിക്കുവാൻ കൃപ തരുമാറാകട്ടെ. 24 മണിക്കൂറും 24/7 an experience of walking with God, living with God, talking to God, enjoying God's presence. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭാഗ്യം. കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. Satan is very tricky. He will put into your mind some imaginative fear. Imaginative fear. 3 മറിയമാര് കല്ലറയിൽ പോയപ്പോൾ അവരിങ്ങനെ തമ്മിൽ സംസാരിക്കുകയാണ്, ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ല്
ഉരുട്ടി മാറ്റും. കല്ല് അവിടെ ഉണ്ടായിരുന്നോ? കല്ല് മാറിക്കഴിഞ്ഞു. മാറിയ കല്ലിനെ ഉരുട്ടാൻ നടക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അത് വളരെ സഹോദരിമാരെ ഞാൻ കുറ്റം പറയുകയില്ല, പക്ഷെ അവരുടെ ഇടയിൽ ഭയങ്കര പ്രശ്നമാണ്. മക്കൾ ട്രെയിനിലോ ബസ്സിലോ വല്ലതും പോവുകയാണെങ്കിൽ പോക്കറ്റ് അടിക്കുമോ, ടിക്കറ്റ് കിട്ടുമോ, കയറാൻ സമയമാവുമോ, അവിടെ എപ്പോൾ ചെല്ലും, ഇറങ്ങുമോ കയറുമോ, എന്തെല്ലാം സംശയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ അമ്മമാരും ഇന്ന് നിങ്ങളുടെ സംശയങ്ങളെ ദൈവത്തിന്റെ കയ്യിലാണ് കൊടുക്കുക. ഇമാജിനേറ്റീവ് ഫിയർ. പണ്ട് പിശാച് എല്ലാവരെയും പേടിപ്പിച്ചൊരു സംഗതിയാണ് Y2K. കമ്പ്യൂട്ടർ എല്ലാം പൂട്ടാൻ പോകും, ഒന്നും പൂട്ടിയില്ല. ഇപ്പൊ ഒത്തിരി സാധനം പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്, ഞാനിതൊന്നും കേൾക്കാറേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇമാജിനേറ്റീവ് ഫിയർ. നീ വെറുതെ ചിന്തിച്ച് ഇല്ലാത്ത കുറെ സാധനങ്ങളെ കുറിച്ച് ആലോചിച്ച് നടന്നാലോ, അങ്ങനെ വന്നാലോ. ഇന്നലെ ഒരാൾ അത്യാവശ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, പാലക്കാട് നിന്നാണ്, ഡോക്ടറെ ഇവിടെ ഒരു പെരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു എന്താ കുഴപ്പം, ഞാൻ മരുന്ന് എഴുതി തരാം, ഒക്കെ അങ്ങ് മാറിക്കോളും, എല്ലാം നോർമലാ. കുറെ കഴിഞ്ഞ് പിന്നെ എൻ്റെ മുഖത്തോട്ട് നോക്കിച്ച് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ആയിട്ടൊന്നും നോക്കിയേ. ഞാൻ തൊട്ടില്ല, അവിടെ എന്തോ തൊട്ടാലൊന്നും ഇരിപ്പില്ല, ഞാൻ തൊട്ടു എല്ലാം. പിന്നെയും പറഞ്ഞു ഇങ്ങോട്ടൊന്നും നോക്കിയേ. ആ പെരിപ്പ് ഞാൻ 3-4 പ്രാവശ്യം നോക്കിയിട്ട് എല്ലാ കാര്യമുണ്ടോ, മരുന്ന് എഴുതി. പിന്നെ എൻ്റെ മുഖത്തോട്ട് നോക്കിച്ച് പറഞ്ഞു, ഡോക്ടറെ ഒരു CT സ്കാൻ എടുത്താലോ. അവനാണ് പെരിപ്പിന് CT സ്കാനിന്റെ ആവശ്യം. എനിക്കറിയാം ഇവന്റെ പെരിപ്പ് പ്രാർത്ഥിച്ചാലും മരുന്ന് കൊടുത്താലും ഒന്നും പോവില്ല, CT സ്കാൻ എടുത്താലേ പോവുള്ളൂ. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, കുഞ്ഞെ നിനക്ക് CT സ്കാൻ ആവശ്യമാണോ, നിന്റെ പെരിപ്പ് മാറണമെങ്കിൽ സ്കാൻ ഇല്ലാതെ മാറില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ CT സ്കാൻ എടുക്കാൻ എഴുതി. അവൻ ഓടിപ്പോയി CT എടുത്തോണ്ട് വന്നു. ഞാൻ പറഞ്ഞു സ്കാൻ നോർമലാ, ഇപ്പൊ പെരിപ്പ് മാറിയോ? മാറി. എന്താ കാര്യം എന്നറിയാമോ? ഇവന്റെ ഇളയ അനിയൻ 6 വർഷമായിട്ട് ബ്രെയിൻ ട്യൂമറായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യുക പാലക്കാട് നിന്ന്. ഇളയ അനിയന് ബ്രെയിൻ ട്യൂമർ ഉള്ളത് കൊണ്ട് ഇവന്റെ ചിന്ത മുഴുവൻ ഇവനും അടിക്കുമെന്നുള്ളതാണ്. പിശാച് ഒരു സംശയം കൊണ്ടിട്ടേച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടോ? നീ സംശയിച്ചാൽ നീ അവിടെ തോറ്റുപോകും. ഒരു കാരണവശാലും നിന്റെ കുടുംബത്തിലുള്ള ഒരു ശാപമോ ഒരു രോഗമോ ഒരു ദുഃഖമോ നിന്നെ ബാധിക്കുകയില്ലെന്ന് വിശ്വാസത്താൽ ഇന്ന് രാത്രി ഏറ്റുപറയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പിശാചാണ് നിന്റെ മനസ്സിൽ സംശയം കൊണ്ടിടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി രോഗിയായി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ജീവിതമേ, നിന്റെ രോഗം മാറുമെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ചു കഴിഞ്ഞാൽ ദൈവം അത് പൂർണ്ണ സൗഖ്യം കൊടുക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നിനക്കുണ്ടാവുമെന്ന് പേടിച്ചാൽ നിനക്കുണ്ടാവും. അപ്പച്ചനും അമ്മച്ചിക്കും ഡയബറ്റിക്, അതുകൊണ്ട് ഞാൻ ഡയബറ്റിക് ആകാൻ പോകുന്ന ചോദിച്ചാൽ 100%. എന്റെ വല്യപ്പനും വല്യമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ അപ്പച്ചന് ഡയബറ്റീസ് ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ഒന്നുമില്ല. പുള്ളി എല്ലാം തിന്നും. പക്ഷെ ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് ചെറുപ്പത്തിലെ ചിന്തിച്ചു വല്യപ്പനും അമ്മയ്ക്കും ഡയബറ്റിക് ഉണ്ടോ എനിക്ക് വരും. അങ്ങനെ നോക്കി 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 അവസാനം എനിക്ക് നേരത്തെ ഡയബറ്റീസ് വന്നു. നോക്കാതിരുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു, പേടിക്കാതിരുന്ന ഒരു കുഴപ്പമില്ല. പിശാചാണ് നിന്റെ ഉള്ളിൽ സംശയത്തെ കൊണ്ടിരുന്നത്. അത് മാറിക്കളയണം. ഐ ഫിയർ നോ ഈവിൾ. ഒരു ദോഷവും എനിക്ക് ഭവിക്കുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. ഒന്ന് പറയാമോ, ഒരു ദോഷവും എനിക്ക് ഭവിക്കുകയില്ല? ഒരു ദോഷവും എനിക്ക് ഭവിക്കുകയില്ല, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഭവിക്കുകയില്ല, എന്റെ ചുറ്റുപാട് ഭവിക്കുകയില്ല. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഒരു ദോഷവും തൊടാതെ അവൻ നിന്നെ കാക്കും. ഇസ്രായേലിന്റെ പരിപാലകൻ നിന്നെ പരിപാലിക്കും. ഒരു ശത്രുവിന് നിന്നെ തൊടുവാൻ സാധിക്കുകയില്ല, നോക്കുവാൻ പോലും സാധിക്കുകയില്ല. ഫാൻ തല വീണിട്ട് തല പൊട്ടിയില്ലെന്ന് കേട്ടിട്ട് ഇപ്പൊ ഭയങ്കര അതിശയം എല്ലാവർക്കും. കറങ്ങുന്ന വലിയ ഫാൻ 1 കിലോ ആണോ 3 കിലോ എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത്. 3 അല്ല 10 കിലോ ആണെങ്കിലും തലേ വീണ തെറിച്ചു പോകത്തേ ഉള്ളൂ. ഇപ്രാവശ്യം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഞെട്ടി. വ്യാഴാഴ്ച ചെന്നപ്പോൾ ഒരു സംഭവം സംഭവിക്കുകയില്ല. നിന്റെ തലയിൽ വീഴുന്ന ഫാനെ തട്ടി മാറ്റാൻ തമ്പുരാൻ കൂടുണ്ട്. പിശാച് നിനക്കായി എങ്ങനൊക്കെ ആയുധം പണിതോ ആ ആയുധത്തെ നശിപ്പിക്കാൻ ദൈവത്തിനറിയാം. Every weapon that is formed against you, God will break it for you. It will have no effect in your life. അത് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഫലിക്കുകയില്ല. ഇനി എന്നെ കൊച്ചിലെ ഞാൻ ഭയങ്കര പേടിയുള്ള മനുഷ്യനായിരുന്നു. ഭയങ്കര പേടി എന്ന് പറഞ്ഞാൽ ആമ്പിള്ളേർക്ക് ഇങ്ങനെ പേടിയുണ്ടോയെന്ന് തന്നെ ചിന്തിച്ചു. ഞാൻ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുളിക്കണമെങ്കിൽ വൈകിട്ട് എൻ്റെ കുളിമുറിയുടെ മുമ്പിൽ 4-5 പേര് വേണമെന്ന് മാത്രമല്ല, അവരെന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അവർ മിണ്ടാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. പിന്നെ ഞങ്ങളുടെ പഴയ വീടാണ്, അതിന്റെ ജനലിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ വാഴയില അനങ്ങുന്ന ഒരു മനുഷ്യനായിട്ട് തോന്നും, മറ്റേത് കിടങ്ങുന്ന ഇതായിട്ട് തോന്നും. അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കും, ഭയങ്കര പേടിയാ. എന്റെ വല്യമ്മ ജീവിച്ചിരിപ്പുണ്ട്. അമ്മച്ചി പറഞ്ഞു നോക്കി, 1 വർഷം ട്രൈ ചെയ്തു, പ്രാർത്ഥിച്ചു നോക്കി, ഈ പേടി പോകുന്നില്ല. എവിടെ പോണേലും 10 പേര് കൂടെ വേണം. ആണാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? തടി ഉണ്ടെന്നിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ഗുണവും ഇല്ല.
നല്ല ആരോഗ്യവും ബലവും സൈസും ഉണ്ട്, പക്ഷെ ഇങ്ങനെ വിറയ്ക്കും. അമ്മച്ചി ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ 27 സങ്കീർത്തനം വായിക്കാൻ. ദൈവവചനം എനിക്ക് ആർത്തിയാണ്, എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്, അതെനിക്ക് എന്റെ ഹൃദയത്തിലോട്ട് ടക്കെന്ന് സ്പഞ്ച് പോലെ കയറും. ഞാൻ 27 സങ്കീർത്തനം വായിച്ചു. അന്ന് രാത്രി എന്നേക്കുമായി എന്റെ പേടി ഓടിപ്പോയി. എന്നേക്കുമായി ഇന്ന് വരെ തിരിച്ചു വരാതെ ആ ഭയത്തെ ദൈവം എന്റെ മനസ്സിൽ നിന്ന് ആ ചെറുപ്രായത്തിൽ തുടച്ചു മാറ്റിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ വാക്യം ഇന്ന് രാത്രി നിങ്ങളുടെ കൂടെ ചേർന്ന് ഞാൻ വായിക്കട്ടെ. 27 സങ്കീർത്തനം 1-ാം വാക്യം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവയായ ദൈവമാണ് എന്റെ വെളിച്ചവും രക്ഷയും. യഹോവയായ ദൈവമാണ് എന്റെ ജീവന്റെ ബലം. കോവൂരിന്റെ ബലം, ജീവിക്കുന്നതിന്റെ ശക്തി, നടക്കുന്നതിന്റെ ശക്തി, പ്രസംഗിക്കുന്നതിന്റെ ശക്തി, ജോലി ചെയ്യുന്നതിന്റെ ശക്തി, അത് യഹോവയായ ദൈവമാണ്. അവന്റെ നിറവിൽ നിന്നാണ് ദൈവം എന്നെ നിറച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കൊളോസ്യർക്ക് ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇൻ കൊളോഷ്യൻസ് the fullness of Godhead bodily dwelleth in Jesus. യേശുവിൽ ദൈവത്തിന്റെ പൂർണ്ണ രൂപം ദേഹത്വമായി വസിക്കുന്നു. The fullness of Godhead bodily dwelleth in Jesus. അത് and that has become in my life. So we are complete in him. നമ്മൾ അവനിൽ പൂർണ്ണരാണ്. ഇന്ന് രാത്രി അപൂർണനാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയെ, നിന്റെ ജീവിതത്തിൽ കുറവുണ്ടെന്ന് ചിന്തിക്കുന്ന വ്യക്തിയെ, നിന്റെ കുറവിനെ ദൈവം മാറ്റുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മാത്സ് പഠിക്കാൻ കുറവുള്ളവരുടെ മാത്സിന്റെ കുറവ് ദൈവശക്തിയാൽ ദൈവം മാറ്റിത്തരും. ഫിസിക്സ് പഠിക്കാൻ കുറവുണ്ടോ? അത് ദൈവം മാറ്റിത്തരും. ഭാഷ പഠിക്കാനോ നിനക്ക് കുറവെങ്കിൽ അത് ദൈവം മാറ്റിത്തരും. ശാരീരികമാണ് നിന്റെ കുറവെങ്കിൽ ദൈവം അത് മാറ്റിത്തരും. സർവശക്തനായ ദൈവത്തിന്റെ പൂർണ്ണരൂപം ക്രിസ്തുവിൽ വസിക്കുന്നത് എന്നിലേക്ക് വ്യാപരിക്കുമ്പോൾ I become complete in Jesus Christ. Hallelujah. How many of you believe that? If you believe it, can you say, I am complete in Jesus? I am complete in Jesus. ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണനാണ്. എന്റെ അപൂർണത ദൈവം മാറ്റുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. We are complete in him. Hallelujah. Whom shall I fear? ഞാൻ ആരെ പേടിക്കും? നീ അടുത്ത വാക്യം ഇവിടെ വായിച്ചോ. എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ, സാധാരണ മനുഷ്യരല്ല, ദുഷ്കർമ്മികൾ, ഗുണ്ടാസ്, മാഫിയാസ്. എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ, മാഫിയാസ്, എന്റെ മാംസം തിന്നുവാൻ ഒരു അൽസേഷൻ പട്ടിയെ പോലെ, ഒരു ചെന്നായെ പോലെ, ഒരു കടുവായെ പോലെ എന്നെ കടിച്ചു കീറാൻ അടുത്തു വരുമ്പോൾ ഞാനല്ല ഇടറി വീഴുന്നത്, ഈ ദുഷ്കർമ്മികൾ ഇടറി വരും. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ വ്യക്തി ജീവിതത്തിനെതിരായി പോരാടുന്ന ചില ദുഷ്കർമ്മികൾ ഇടറി വീഴുന്നത് കാണുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. ചില പോര് നിനക്കെതിരായി ശത്രു ഇറക്കി വിടുമ്പോൾ അതിനെ തുടച്ചു മാറ്റുവാൻ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിൽ ഇറങ്ങുമാറാകട്ടെ. മാംസം തിന്നുവാൻ അടിക്കുന്ന ദുഷ്കർമ്മികൾ ഇടറി വീഴും. ഹല്ലേലൂയ. നിന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന ശത്രുവിനെ വട്ടപൂജ്യമായി തകർക്കുവാൻ കഴിയുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ അവിടെ കൊണ്ട് നിൽക്കുന്നില്ല, വേഗം വായിച്ചോളൂ. വാട്ട് ഡസ് ഹി സേ? ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും, ഒന്നോ രണ്ടോ പേര് പാളയം ഇറങ്ങുമ്പോഴേ ഇവിടെ ഭയമാകും. എന്തിനാ ആരെങ്കിലും ഒരാളൊന്ന് ശബ്ദം ഉയർത്തിയാൽ മതി. എന്തിനാ സഹോദര പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? അടുത്ത ആഴ്ച തൊട്ട് പ്രാർത്ഥനയില്ല. അയ്യോ നീയും വിശ്വാസിയായോ? അയ്യോ വിശ്വാസിയായോ? ഇപ്പൊ ഈയിടെയായിട്ടൊക്കെ ഭയങ്കര പ്രാർത്ഥനയും ഭക്തിയൊക്കെ ആണല്ലോ. അത് വേണോ? ഒരാൾ ചെറുതായിട്ട് സംസാരിച്ചാൽ നിന്റെ വിശ്വാസം ശൂ. ഒരു സൈന്യം നിന്റെ എതിരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എത്ര പേർക്ക് അത് പറയാൻ സാധിക്കും? When an army is going to come against you, you will fear no evil because God is your shield and God is with you. ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് നീ ഒരു കാരണവശാലും ഭയപ്പെടുകയില്ല. ആ സങ്കീർത്തനത്തിൽ തന്നെ വേറെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ ഭയപ്പെടുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കും. Whenever I am afraid, I will trust in him. നീ ഭയപ്പെടുമ്പോൾ ഒരു കാര്യം ചെയ്യണം, മറക്കല്ല, ശ്രദ്ധിച്ചു കേട്ടോണം. നീ ദൈവത്തിൽ ആശ്രയിക്കണം. Whenever you are afraid, trust in God. ഭയത്തെ മാറ്റാൻ കഴിയുന്ന വലിയൊരു ആന്റിഡോട്ടാണ് ട്രസ്റ്റ്. IV ആയിട്ട് ഉടനെ അങ്ങ് എടുത്തോണം. IM അല്ല, ഒട്ടനെ നിന്റെ രക്തത്തിനകത്തോട്ടങ്ങ് ഇഞ്ചക്ട് ചെയ്യണം.
ട്രസ്റ്റ്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. എനിക്കൊന്നും അറിയില്ല കർത്താവേ, നാളെ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ജീവിതം താറുമാറായി. ഞാൻ വിചാരിക്കുന്ന രീതിയിലല്ല മുമ്പോട്ട് പോകുന്നത്. ആകെ കുളമായി കിടക്കുകയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നിൽ ആശ്രയിക്കും. അപ്പൊ നിന്റെ ഭയത്തെ ദൈവം തുടച്ചു മാറ്റും. നിന്റെ അറിവില്ലായ്മയിൽ പ്രവർത്തിക്കുന്ന ദൈവശക്തിക്കായി, നിന്റെ തോൽവിയിൽ പ്രവർത്തിക്കുന്ന ദൈവശക്തിക്കായി, നിന്റെ നിരാശയുടെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ദൈവശക്തിക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഭയത്തെ എടുത്തേച്ച് ദൈവശക്തിയാൽ ദൈവം നിറയ്ക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് വായിക്കാം, മുമ്പോട്ട് നോക്കാം. സങ്കീർത്തനം 91-ന്റെ 5-ാം വാക്യം. നിനക്ക് പേടിക്കണ്ട. രാത്രിയാണേലും പകലാണേലും ഉച്ചയ്ക്കാണേലും ഏത് സമയത്താണേലും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും പേടിയുള്ളതാണ് ഈ രാത്രി. രാത്രിയാണേലും പകലാണേലും 91-ാം സങ്കീർത്തനം പറയുന്നു, നീ പേടിക്കണ്ട. ഇതാർക്കാന്നറിയാമോ? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ നിഴൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അല്ലാത്തവന് പേടി വരും. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ രാത്രിയിലും പകലും പറക്കുന്ന അസ്ത്രത്തെ ഒന്നും പേടിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ബൈബിൾ എടുത്ത് തലവണയുടെ കീഴിൽ വെക്കും. പേടി വരുമ്പോൾ 91-ാം സങ്കീർത്തനം വീണ്ടും വീണ്ടും പറയും. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെല്ലി ഭാ ഭൂ ഭൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പേടി മാറാനായിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല. നിന്റെ പുറകെ ഒരസ്ത്രമോ ഒരു ശക്തിയോ ഒരു പിശാചോ ഒരു പാമ്പോ ഒരു തേളോ ഒരു ദുഷ്ടനോ നിന്റെ പുറകെ വരികയില്ല. നിന്റെ പുറകെ വരുവാൻ അനുവാദമില്ല. ആഭിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല. ഇന്ന് രാത്രി നീ വിശ്വസിച്ചു കഴിയുമ്പോൾ അവൻ വാല് ചുരുട്ടി നിന്റെ വീട്ടിൽ നിന്ന് പോകാൻ പോവാൻ. നിന്നെ പീഡിപ്പിക്കാൻ നോക്കുന്ന ശത്രു ഇന്ന് നിന്നെ വിട്ടുകളയാൻ പോവുകയാണ്. Never allow fear to control your life. Fear is the greatest weapon that Satan uses all the time. പിശാച് നിന്നെ തകർക്കുവാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. നിന്റെ ശക്തിയെ കളയുവാൻ, നിന്റെ ശ്രദ്ധയെ കളയുവാൻ, നിന്റെ ചിന്തയിൽ മുമ്പോട്ടുള്ള ഓട്ടത്തെ കളയുവാൻ പിശാച് മാറ്റിക്കളയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. രാത്രിയിലത്തെ ഭയം. ഉത്തമഗീതം 3-ാം അധ്യായം 8-ാം വാക്യം. Songs of Solomon 3:8. All of them are skillful with the sword. They are battle-hardened veterans. Yeah. Each of them is armed with a sword on guard against a night attack. They are night attack specialists. രാത്രി വരുന്ന സാധനമാണ്. But I am not afraid. പല രീതി ശത്രു പല പല പണികൾ ഉണ്ടാക്കും. പക്ഷെ നീ പേടിക്കേണ്ട കാര്യമില്ല. പുറപ്പാട് പുസ്തകം 14:13 മോശ ദൈവത്തിന്റെ മക്കളായ ഇസ്രായേലിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യം വായിക്കാം. Exodus chapter 14 verse 13. Here we find Moses ജനത്തോട് ഭയപ്പെടേണ്ട. ദൈവം പറഞ്ഞ അതേ കാര്യം മോശ ആരോട് പറയുകയാണ്? ജനത്തോട് പറയുകയാണ്. Do not be afraid. ഉറച്ചു നിൽപ്പീൻ. ഭയപ്പെടാതെ നീ എന്ത് ചെയ്യണം? സ്റ്റാൻഡ് ഫേം. ദൈവമക്കൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഉറച്ചു നിൽക്കണം. You know why it is very important. Can you answer me why you should stand firm? നീ ഉറച്ചു നിൽക്കണം. എന്തുകൊണ്ടെന്നാൽ നീ സർവായുധ വർഗം ധരിക്കുമ്പോൾ നിന്റെ തലയിൽ തൊപ്പിയുണ്ട്, ബ്രസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, ബെൽറ്റ് ഉണ്ട്, ചെരുപ്പുണ്ട്, ഷീൽഡ് ഉണ്ട്, കുന്തമുണ്ട്. പുറകിൽ ഒരു സാധനവും ഇല്ല. അപ്പൊ നിന്റെ ആയുധം മുഴുവൻ എവിടെയാണ്? ഫ്രണ്ടിലാണ്. നീ പുറകോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് സർവായുധ വർഗം, ദി ആർമർ ഓഫ് ഗോഡ്, യു ഹാവ് ടു വെയർ ഇറ്റ്. ഇറ്റ് ഈസ് ഓൾ ഇൻ ഫ്രണ്ട് ആൻഡ് യു ഹാവ് ടു സ്റ്റാൻഡ് ഫേം. ഇഫ് യു ഗോ ബാക്ക് ആൻഡ് റീഡ് അബൌട്ട് ദി ആർമർ ഓഫ് ഗോഡ്, ഇറ്റ് സേസ് സ്റ്റാൻഡ് ഫേം. അതെല്ലാം ധരിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. ധരിച്ചാൽ മാത്രം പോരാ. പലരും ധരിച്ചിട്ടുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അത് ധരിച്ചു കഴിഞ്ഞാൽ നീ ഉറച്ചു നിൽക്കണം. മോശ ദൈവജനത്തെ ഓർപ്പിക്കുന്ന ഒരു സംഗതിയാണ്, നീ ഉറച്ചു നിൽക്കണം. വിശ്വാസത്തിൽ നീ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കണം.
ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ എങ്ങനെ ഉറപ്പോടെ നിന്നോ, നീ അതുപോലെ നിൽക്കണം. നീ അഭിഷക്തനായ ദൈവ പൈതലാണ്, ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. ഒരു ശത്രുവിനും നിന്നെ തൊടുവാൻ സാധിക്കുകയില്ല. ഇത് മനസ്സിലാക്കി നീ ഉറച്ചു നിൽക്കണം. ശത്രു അലറും, ബഹളം ഉണ്ടാക്കും. ഗോലിയാത്ത് കുറെ വീം പഠിച്ചു, വല്ല കാര്യമുണ്ടോ? അതിന് റിപ്ലൈ ആയിട്ട് ദാവീദ് വല്ലതും വീം പഠിച്ചോ? ദാവീദ് പറഞ്ഞു, ഞാൻ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നു. നമ്മുടെ അടുക്ക ആരെങ്കിലും വീം പഠിച്ചാൽ നമ്മളും 2 വീം പഠിച്ചു നോക്കും. അപ്പോഴാണ് ഈ ഗുസ്തി ഉണ്ടാകുന്നത്. ദൈവം ഏത് ദൈവമക്കളാരും അങ്ങനെ തുടങ്ങരുത്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യുന്നൊന്നും പറയേണ്ട കാര്യമില്ല. നീ സ്തോത്രം പറഞ്ഞുകൊണ്ട് ഉറച്ചു നിന്നാ മതി. പ്രൈസ് ദി ലോർഡ്. ആ യുദ്ധം നിനക്ക് വേണ്ടി ചെയ്തു തരുന്ന ദൈവമാണ്. നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. അടുത്ത വാക്യം തുടർന്ന് വായിച്ചു. പുറപ്പാട് 11. യഹോവ ഇന്ന് ദൈവം നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. പല നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഉത്തരം ഇപ്പോഴാണ് ഉണ്ടാകാൻ പോകുന്നത്. നീ മിസ്രൈമിന്റെ അടിമത്തത്തിൽ കിടന്ന് നരകിച്ച നരകം മാറ്റിത്തരാൻ പോവുകയാണ് കർത്താവ്. ശത്രുവിന്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. ഉത്തരം കിട്ടാനുള്ള ലാസ്റ്റ് മിനിറ്റാണ്. നീ പുറകോട്ട് മാറരുത്, ഉറച്ചു നിൽക്കണം. ഇപ്പോഴാണ് നീ വിജയം നേടാൻ പോകുന്നത്. ഇപ്പോഴാണ് നീ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ പോകുന്നത്. ഇപ്പോഴാണ് നിന്റെ ജീവിതത്തിലുള്ള അഭിഷേകം വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴാണ് ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. നിനക്ക് തന്നിരിക്കുന്ന കൃപ നിന്നിലൂടെ ഒഴുകാൻ പോകുന്ന നിമിഷമാണ്. ശത്രു നിന്നെ എതിർക്കുമ്പോൾ, ജീവിതത്തിലെ സാഹചര്യം നിനക്കെതിരായി പോകുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകാരം പ്രവർത്തിക്കുന്ന കാണാൻ പോകുകയാണ്. നീ ഉറച്ചു നിൽക്കണം. ബാക്കി തമ്പുരാൻ ചെയ്തോണം. ചെങ്കടൽ രണ്ടാക്കുന്ന ദൈവത്തിന്റെ പരിപാടിയാണ്. യോർദാൻ പിളർക്കുന്ന ദൈവത്തിന്റെ പരിപാടിയാണ്. നീ ഉറച്ചു നിന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ തൊട്ടപ്പോൾ ദൈവം അതിനെ 2 ആക്കി. മോശയുടെ വടി ഇങ്ങനെ നീട്ടിയപ്പോൾ ദൈവം ചെങ്കടലിനെ 2 ഒരു വലിയ സൈന്യവും പുറകി വരികയാണ്. ഒരു 10-20 ലക്ഷം ആൾക്കാർ കൂടുണ്ട്. കൊച്ചുങ്ങളും പ്രഗ്നന്റ് ആയിട്ടുള്ളവരും പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാം കൂടെ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അഹരോൻ സൈഡിൽ നിൽപ്പുണ്ട്, വലിയ ടീം നേതാവായിട്ട് വന്നിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നിന്റെ വടിയെടുത്ത് ചെങ്കടലിന്റെ മേളിലോട്ട് നീട്ടാൻ. നമ്മളൊക്കെ വിചാരിക്കും ഇതേപോലെ വലിയ മണ്ടത്തരം ഉണ്ടോ? ചെങ്കടലിന്റെ മുമ്പിലോട്ട് വടി നീട്ടാൻ ആരെങ്കിലും ചെയ്യുവോ? ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് ചെങ്കടലിന്റെ മുമ്പിലോട്ട് വടി നീട്ടാൻ നീ സംശയിക്കാതെ ഭയപ്പെടാതെ ഉറച്ചു നിന്ന് വടി നീട്ടുമ്പോൾ ചെങ്കടൽ 2 പോവുകയാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന സമുദ്രം എപ്പോഴാണ് 2 പോകുന്നത്? നീ വിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ദൈവത്താൽ സാധ്യം, എന്റെ ദൈവത്താൽ സാധ്യം. എല്ലാം 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 സാധ്യം. അസാധ്യമാണെന്ന് മനുഷ്യർ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ ഇന്ന് രാത്രി സാധിപ്പിക്കുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അസാധ്യമെന്ന് പിശാച് നിന്നോട് പറയുന്ന ചില കാര്യങ്ങളെ, ഇംപോസിബിൾ, Satan is just putting it in your mind. It is impossible. നിനക്ക് PGക്ക് അഡ്മിഷൻ കിട്ടില്ല എന്ന് പിശാച് പറയുമ്പോ, പോ പിശാചെ, ഞാൻ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ പറയുന്ന സ്ഥലത്ത് കിട്ടും. അത് ദൈവപൈതലിന്റെ വിശ്വാസമാണ്. കിട്ടുന്നത് എന്തു എടുക്കുന്നതല്ല ദൈവത്തിന്റെ പൈതൽ ചോദിച്ച് മേടിക്കുന്നതാണ്. Ask God what you want and receive it. നീ ദൈവത്തോട് ചോദിച്ചേറ്റെടുക്കുക. നല്ലൊരു ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലൊരു ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് തരും. കല്യാണപ്രായമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഓടി നടക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. പ്രാർത്ഥിച്ചാൽ മതി, ദൈവം പ്രവർത്തിച്ചോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ പറയുകയാണ്, ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വേഗം മുമ്പോട്ട് പോകട്ടെ. യേശു പറഞ്ഞൊരു കാര്യം നോക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. Matthew chapter 8 verse 26. Why are you so frightened? Yeah. Jesus answered, Ah. How little faith do you have? Ah. Then he got up and ordered the winds, and he raised. കടലും കാറ്റും കൊടുങ്കാറ്റും കൂടെ ചുഴലിക്കാറ്റും കൂടെ അടിച്ച് പടക് മുങ്ങാറായപ്പോൾ സംശയിച്ച ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുകയാണ്, വൈ ആർ യു സോ അഫ്രൈഡ്? കൊടുങ്കാറ്റടിക്കുമ്പോ പേടിച്ചതിന് വല്ല കുറ്റമുണ്ടോ? ഇവര് കുറെ കൊടുങ്കാറ്റ് കണ്ടവരാ, കുറെ തിരമാലയും കണ്ടിട്ടുണ്ട്. സാധാരണ ടീമൊന്നുമല്ല.
തിരമാല പലപ്പോഴും കയറിയിട്ടുണ്ട്, പടക് മറിച്ചിട്ടിട്ടുണ്ട്, തിരിച്ചിട്ട് ചാടിക്കേറിയ ആൾക്കാരാണ്. സാധാരണ ടീമൊന്നുമല്ല. പക്ഷെ ഈ തിരമാല കണ്ടപ്പോൾ അത് മുങ്ങുമെന്ന് അവർക്ക് തോന്നി. അവരുടെ മനസ്സിൽ ആ സംശയം കയറി. All the battle is won not in the battleground outside, it is won in the battleground of your mind. എല്ലാ തോൽവിയും ജയവും വെളിയിലുള്ള യുദ്ധക്കളത്തിലല്ല ഉണ്ടാകുന്നത്, അതിനു മുമ്പ് നിന്റെ മനസ്സിലുള്ള യുദ്ധക്കളത്തിലാണ്. നീ തോറ്റുവെന്ന് നിന്റെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ പിശാച് അവിടെ ജയിക്കാൻ അവസരമാണ്. അതുകൊണ്ട് never allow Satan to give a negative thought about your victory. നീ തീർച്ചയായും ജയിച്ചിരിക്കും. ജയം നിന്റെ കൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരുടെ മനസ്സിലൊരു ഭയം കയറി വന്നു. അറിയാതെ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു കാറ്റ്, ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്തൊരു തിരമാല. മുക്കുവന്മാരായ ശിഷ്യന്മാര് കുലുങ്ങിപ്പോയി, പേടിച്ചുപോയി. പക്ഷെ കർത്താവ് പറയാണ്, എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? കാറ്റിനെയും കടലിനെ സൃഷ്ടിച്ച ദൈവമല്ലയോ കൂടെ? കാറ്റിനെയും കടലിനെ സൃഷ്ടിച്ച ദൈവമല്ലയോ കൂടെ? തീയിൽ ശദ്രക് മേശക്കിനെ അബേദ്നെഗോവിനെ ഇട്ടപ്പോൾ തീയെ ഉണ്ടാക്കിയ തമ്പുരാനും കൂടെ വന്നു. പ്രൈസ് ദി ലോർഡ്. തീയെ ഉണ്ടാക്കിയ തമ്പുരാന് അകത്ത് ചൂടില്ലാതെ നടക്കാനുള്ള പരിപാടി അറിയാം. പ്രൈസ് ദി ലോർഡ്. God has created the fire. God has created the sun. God has created the moon. God has created the waves. No tsunami will affect your life. ഒരു ദൈവപൈതൽ എവിടെയെങ്കിലും കടൽ തീരത്ത് നിന്ന് ഒരു സുനാമി കാണുമ്പം ധൈര്യമായിട്ട് അവിടെ നിന്നുകൊണ്ട് പറയാ, സുനാമി ഗെറ്റ് ഔട്ട്. ഏതെങ്കിലും കാരണവശാൽ ഗതികേട് നിങ്ങൾ എവിടെങ്കിലും പോയി ഒരു സുനാമി വന്നെന്നിരിക്കട്ടെ, ഓടരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. യേശുവിന്റെ നാമത്തിൽ സുനാമി പോ എന്നങ്ങ് പറഞ്ഞാൽ മതി. ഇതുവരെ അനുസരിക്കാത്ത ഒരു സുനാമിയും ലോകത്തിലില്ല. യേശുവിന്റെ നാമം അത്ര ശക്തിയുള്ളതാണ്. സൃഷ്ടിതാവായ ദൈവത്തെ അറിയാത്ത ഒരു ശക്തിയും ലോകത്തിലില്ല. പലർക്കും ലോകത്തിന്റെ ശക്തികളെ പേടിയാണ്. പാമ്പിനെ പേടി, തേളിനെ പേടി, തീയെ പേടി. ഇതിനെ ആരാധിക്കുന്നവരുണ്ട്, ഇതിനെ വണങ്ങുന്നവരുണ്ട്. ഈ ഭയത്തെ ദൈവം മാറ്റുമാറാകട്ടെ. ഒരിക്കലും ലോകത്തിന്റെ ശക്തികളെ നീ പേടിക്കണ്ടില്ല. കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് ഭയപ്പെടുന്നത്? യേശു 2 പ്രാവശ്യം ഇത് മത്തായിയുടെ സുവിശേഷം 14:5 ലൂക്കോസിന്റെ 20:19 പറയുന്നുണ്ട്. മത്തായി 14:5 വായിച്ചോ. ആ, യെസ്. പുരുഷാരം പ്രവാചകനെ എണ്ണുന്നതിനാൽ they feared the people, they feared the multitude. സാധാരണ മനുഷ്യനുണ്ടാകുന്ന വേറൊരു പേടിയാണ് പുരുഷാരം, ജനത്തെ ഭയപ്പെടുക. വലിയൊരു ഗ്രൂപ്പ് ചെറിയ ഗ്രൂപ്പിന് എതിർത്തായിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലമാണ്. അതിനാണ് മൈനോറിറ്റി പ്രൊട്ടക്ഷൻ ആക്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. വലിയ ഗ്രൂപ്പ് മജോറിറ്റി മൈനോറിറ്റിക്ക് എതിരായിട്ട് വന്നാൽ വലിയ പ്രശ്നമാണ്. പക്ഷേ ബൈബിളിൽ അത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പേടിക്കണ്ട, അതിന് ഹോം മിനിസ്റ്റർ ഒന്നും വേണ്ട. അവിടെ 20-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിച്ചാൽ ഇപ്പോഴതിന്റെ ഉത്തരം കിട്ടും. അവിടെയും they are afraid of people, ജനത്തെ ഭയപ്പെടുന്നതാണ് കാണുന്നത്. പക്ഷെ വേറൊരു സ്ഥലത്ത് യേശു വ്യക്തമായി പറയുന്നു, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. അപ്പൊ ഈ ആട്ടിൻകൂട്ടം ചെറുതാണെന്നും ഭയപ്പെടാൻ ചാൻസ് ഉണ്ടെന്നും ആർക്കറിയാം? ദൈവത്തിനറിയാം. എ മൈനോറിറ്റി ഗ്രൂപ്പ് ചെറിയ ആട്ടിൻകൂട്ടമാണ് അല്ലേ? ഹല്ലേലൂയ. മജോറിറ്റി അല്ല. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, ഇടയനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ചെറിയ ആട്ടിൻകൂട്ടമേ എന്നാ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരെ കാണുമ്പോൾ പെട്ടെന്ന് ഭയപ്പെടരുത്. ഓ ലിറ്റിൽ ഫ്ലോക്ക്, ഇന്ന് രാത്രി നീ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. വീട്ടുകാരെല്ലാം നിനക്ക് എതിരാണെന്നും പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. ചെറിയ ആട്ടിൻകൂട്ടമേ, ഓ ലിറ്റിൽ ഫ്ലോക്ക്. When the majority is against you, God will still continue to protect you. ദൈവമാണ് നിന്നെ കാത്തു സൂക്ഷിക്കുന്നത്. ഇസ്രയേലിന്റെ പരിപാലകൻ നിന്നെയും കാത്തു സൂക്ഷിക്കും.
ഇനി ലേവ്യ പുസ്തകം 26 അധ്യായം അതിന്റെ 6 വാക്യം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 26 വേഴ്സ് 6. ലേവ്യ 26 6 വാക്യം. ലേവ്യ നിങ്ങൾ കിടക്കും, സമാധാനമായി കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. യെസ്, ആമേൻ. ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരും. None shall make you afraid. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഇതുവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികളെ ദൈവമാണ് മാറ്റിത്തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം, ദൈവമേ എന്നെ ഭയപ്പെടുന്ന എല്ലാ ശക്തിയെയും നീ മാറ്റിത്തരണമേ. ദൈവമാണ് മാറ്റിത്തരുന്നത്, തുടച്ചു തരും. ദുഷ്ടമൃഗങ്ങളെയും നിനക്കെതിരായി പ്രവർത്തിക്കുന്നവരെയും ഒക്കെ ദൈവം തുടച്ചു മാറ്റും. ഹല്ലേലൂയ. None shall make you afraid. ഒരു വ്യക്തിയും നിന്നെ പേടിപ്പിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 12 അധ്യായം അതിന്റെ 32 വാക്യം. ചെറിയ ആട്ടുംകൂട്ടമേ ഭയപ്പെടരുത്, പിതാവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ലിറ്റിൽ ഫ്ലോക്ക്, ഡോണ്ട് ബി അഫ്രെയ്ഡ്. ഇനി ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു ഭീരുക്കൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അതിന് ഒരു കാരണം പറഞ്ഞു, അപ്പച്ചൻ ഭീരുവല്ല, അതുകൊണ്ട് മക്കൾക്ക് ഭീരുത്വം പറ്റുകയില്ല. രണ്ടാമത്തെ കാരണം പഠിപ്പിക്കട്ടെ. 2 തിമോത്തിയോസ് 1 അധ്യായം 7 വാക്യം. Why we should not be afraid. Why we should not be afraid. 2 തിമോത്തിയോസ് 1 അധ്യായം അതിന്റെ 7 വാക്യം. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും. ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ഫിയർ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല. അപ്പൊ ആത്മനിറവുള്ളവൻ എന്തില്ല? പേടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യരെ കുറിച്ചുള്ള പേടി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവം മാറ്റുമാറാകട്ടെ. അവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, അവരെന്ത് ചെയ്യും, ഇങ്ങനത്തെ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഫിയർ ഓഫ് മെൻ, ഫിയർ ഓഫ് ഡെത്ത്, മരണത്തെ കുറിച്ചുള്ള പേടി. ഫിയർ ഓഫ് ഡെത്ത്. Even though I walk through the valley of shadow of death, I fear no evil. മരണത്തിന്റെ കൂരിൽ താഴ്വരയിൽ കൂടെ പോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. The fear of death, the fear of unknown, the fear of the future. ഇതിനെല്ലാം ദൈവം എടുത്തു കളയുമാറാകട്ടെ. Because God has not given you the spirit of fear. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല. പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെയും ആത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ആത്മാവിനെ പ്രാപിക്കണം. നിനക്ക് പേടി മാറണമോ അഭിഷേകം ഉണ്ടാകണം. ഞാൻ ആദ്യമേ പറഞ്ഞു എന്റെ പേടി മാറിയത് 27 അധ്യായം വായിച്ചപ്പോൾ, സങ്കീർത്തനം 27. രണ്ടാമത് അത് മുഴുവനായി തറപ്പിച്ച് മാറിയത് ഞാൻ അഭിഷേകം പ്രാപിച്ചപ്പോഴാണ്. ഞാൻ ചെറിയ പയ്യനായി ആത്മനിറവിൽ നിന്നപ്പോൾ എന്റെ മനസ്സിലുള്ള എല്ലാ ഭയത്തെയും ദൈവം തുടച്ചു മാറ്റി. ഇന്ന് രാത്രി അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും തിരുവചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ബി അനോയിന്റഡ് വിത്ത് ദ ഹോളി ഗോസ്റ്റ്. ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഹാസ് എ നേച്ചർ നോട്ട് ഓഫ് ഫിയർ. പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, പിന്നെ എന്താണ്? ശക്തിയുടെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവാണ്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ഫിയർ. 1 യോഹന്നാൻ 4:18 എഴുതിയിട്ടുണ്ട്, ദ റിയൽ ലവ് takes away all fear. യഥാർത്ഥ സ്നേഹം സകല ഭയത്തെയും പുറത്താക്കുന്നു. റിയൽ ലവ് takes away all fear. സ്നേഹത്തിന് ഫലമില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ക്രിസ്തുവിനോട് നിങ്ങൾക്ക് തികഞ്ഞ സ്നേഹം ഉണ്ടാകുമ്പോൾ ലോകത്തിലുള്ള എല്ലാ ഭയവും പുറത്താണ്. When you are filled with the love of Jesus, all fear will go away. Hallelujah. 3 മറിയമാരെ കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞു. കല്ല് മാറ്റി വെച്ചിരിക്കുന്ന ഒരു പേടി ഉണ്ടോ ഇല്ലയോ എന്ന് അവർ വിചാരിച്ചു. പക്ഷെങ്കിൽ അധികാലത്ത് പുരുഷന്മാരും പോകാത്ത കല്ലറ വരെ പോകാൻ അവർ തീരുമാനിച്ചു. എന്താ കാര്യം? അവരുടെ ഉള്ളിൽ യേശുവിനെ കുറിച്ചുള്ള സ്നേഹം കത്തിജ്വലിച്ചു. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ചുള്ള സ്നേഹം കത്തിജ്വലിക്കുമ്പോഴാണ് നീ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നത്. യേശുവിനെ കുറിച്ചുള്ള സ്നേഹം കത്തിജ്വലിക്കുമ്പോഴാണ് നീ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നത്.
അപ്പോഴാണ് അടുത്തിരിക്കുന്ന ആൾ ചോദിക്കുന്ന വിശ്വാസിയാണോ. അപ്പൊ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. എല്ലാവരും സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. അപ്പുറത്തൊരാൾ ഇരുന്ന് പറയുന്നു ഇതൊരു സംഭവമാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വ്യാഴാഴ്ച തിരിച്ചു വരികയാണ്. ഇപ്പുറത്തിരിക്കുന്ന 2 നേഴ്സിംഗ് കുഞ്ഞുങ്ങളാണ്. അവരും എന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾ വിശ്വാസികളാണ്. ഞാൻ പറഞ്ഞു ബൈബിളും പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തൊട്ടിങ്ങപ്പുറത്തിരുന്ന കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് അത് ഭയങ്കര ഇപ്പൊ ആത്മാവിൽ നിറയുന്ന പോലായി. പ്രൈസ് ദി ലോർഡ്. നീ യാത്ര ചെയ്യുമ്പോൾ ഭയമില്ലാതെ പ്രാർത്ഥിച്ചാൽ, ഭയമില്ലാതെ സംസാരിച്ചാൽ ദൈവം നിന്നിൽ കൂടെ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇനി സമയം ബാലൻസ് ഇല്ല. ശത്രുവിന്റെ തലയെ തകർത്തവനാണ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകണമോ? തികഞ്ഞ സ്നേഹത്താൽ നിന്റെ ഹൃദയത്തെ നിറയണം. If you want to continue in the service of God, if you want to continue in the ministry of the kingdom of God, if you want to continue fulfilling the promises of Jesus, you have to be filled with the love of Jesus. യേശുവിനെ കുറിച്ചുള്ള തികഞ്ഞ സ്നേഹം നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ ഒരു തീപന്തം പോലെ നിനക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിന്റെ സ്നേഹം മാറണം. മക്കളെ കുറിച്ചുള്ള സ്നേഹം മാറണം. പുറകോട്ട് വലിക്കുന്ന എല്ലാ സ്നേഹങ്ങളും മാറണം. മുമ്പോട്ടുള്ള സ്നേഹം നിന്നെ നയിക്കണം. എല്ലാത്തിനെയും ക്രിസ്തുവിന് വേണ്ടി വിടുവാൻ ദൈവ സ്നേഹത്താൽ നിന്നെ ദൈവം ഇടയാക്കുമാറാകട്ടെ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഭയത്തെക്കുറിച്ച് ഒരു ചെറിയ വാക്യം കൂടെ വായിക്കട്ടെ. ചെറുതല്ല, അത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു വലിയ സംഭവമാണ്. വെളിപാട് പുസ്തകം 21 അധ്യായം അതിന്റെ 8 വാക്യം. Revelation chapter 21 verse 8. But cowards, traitors, murderers, the immoral, those who practice magic, those who worship idols, and all liars, the place for them is the lake burning with fire and sulfur, which is the same. കത്തുന്ന തീച്ചുളയിൽ പോകുന്നവരുടെ ലിസ്റ്റാണ് ഇപ്പൊ വായിച്ചത്. നരകത്തിൽ പോകുന്നവര്, നിത്യജീവൻ പ്രാപിക്കാത്ത. അതിനകത്ത് കള്ളം പറയുന്നവരുണ്ട്, കൊലപാതകം ചെയ്യുന്നവരുണ്ട്. ഒരു ടീമുണ്ട്, കവേർഡ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കവേർഡ്സ്, ഭീരുക്കൾ. ഈ വാക്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഭീരുക്കൾ സ്വർഗരാജ്യം അവകാശം ആക്കുകയില്ല. ഒന്ന് ഓർത്തു നോക്കി. അങ്ങനെയാണ് എത്ര പേര് നഷ്ടപ്പെട്ടു പോകും. വിശ്വാസികളുടെ ഇടയിലുള്ള ഭീരുത്വം മാറ്റാനാണ് ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നീ ഭീരുവാണോ, നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നില്ലെന്ന് വെളിപാട് പുസ്തകം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എങ്ങനെ ബാക്കിയുള്ള കള്ളന്മാര് പോകാതിരിക്കുന്നുവോ അതുപോലെ പേടിയുള്ളവൻ പോവില്ല. ഹല്ലേലൂയ. ഈ വാക്യം ഒന്ന് അണ്ടർലൈൻ ചെയ്തേച്ച് നിന്റെ ഉള്ളിലിരിക്കുന്ന ആ ഭയത്തെ എടുത്ത് കളയുക. നിന്നെ മുമ്പോട്ട് ഓടിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഈ പേടി എന്നേക്കുമായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭീരുക്കൾ സ്വർഗരാജ്യം അവകാശമാക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്ത ദേശം അവകാശമാക്കുവാൻ മോശയ്ക്ക് സാധിക്കാഞ്ഞപ്പോൾ, മോശയ്ക്ക് ഭയമില്ലായിരുന്നു, വളരെ ശക്തനായിരുന്നു, ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു, ദൈവത്തെ അടുത്തെറിഞ്ഞു. പക്ഷെ യോശുവ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. മോശയുടെ പുറകെ സൈലന്റ് ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. എക്സ്ട്രോവേർട്ട് അല്ലായിരുന്നു, ഇൻട്രോവേർട്ട് ആയിരുന്നു, സാധാരണ മനുഷ്യനാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കൊണ്ടാണ് ദൈവം കനാനിലോട്ട് കയറിയത്. അത് യോശുവയുടെ പുസ്തകം 11 അധ്യായം അതിന്റെ 6 വാക്യം വായിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും. യോശുവയുടെ അവരെ പേടിക്കണ്ട, ഞാൻ നാളെ ഇന്നേരം അവരെ ഒക്കെയും ഇസ്രയേലിന്റെ മുമ്പിൽ ചത്തു വീഴുമാറാക്കും. ഇസ്രയേൽ ജനത്തിന് ഇസ്രയേലിന്റെ അവകാശമായ കനാൻ ദേശം നേടിയെടുക്കുവാൻ സഹായിച്ച നേതാവാണ് യോശുവ. യോശുവയെ കുറിച്ച് തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും, യോശുവയാണ് അനാഖ്യ മല്ലന്മാരെ വെട്ടിയിട്ടത്. അനാഖ്യ മല്ലന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോലിയാത്തിന് 9 അടി പൊക്കമുണ്ടെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പൊക്കമുള്ളവൻ 8 സംതിങ്ങേ ഉള്ളൂ. ഗോലിയാത്തിന് 9 അടി പൊക്കം ഉണ്ടായിരുന്നു. അനാഖ്യ മല്ലന്മാർക്ക് 11ഉം 12ഉം അടി പൊക്കം ഉണ്ടെന്നാ പറയണേ. ദൂതന്മാര് വന്ന് മനുഷ്യ സ്ത്രീകളുമായി ഇത് ചെയ്യുന്ന കൊണ്ടായ കുഞ്ഞുങ്ങൾക്ക് 14 അടി പൊക്കം ഉണ്ടെന്നാണ് പറയുന്നത്. നെഫിലിംസ് എന്നാണ് അവരെ വിളിക്കുന്നത്. അതിലൊരുത്തനാണ് നിമ്രോഡ് എന്ന് പറയുന്നവൻ. അവരെ മുഴുവൻ തുടച്ചു മാറ്റാനാണ് നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഇട്ടത്. അതിനുശേഷം യോശുവയുടെ പുസ്തകം വായിച്ചാൽ മതി, അനാഖ്യ മല്ലന്മാരെ മുഴുവനും കനാൻ ദേശത്ത് നിന്ന് യോശുവ തുടച്ചു മാറ്റി. എവിടം വരെ? ഗാസ വരെ, ഗാത്ത് വരെ.
ഇന്ന് ബാലൻസ് നിൽക്കുന്ന ചില ആൾക്കാർ ആ ഭാഗത്തു നിന്നുള്ളതാണ്. ഞാനല്ല, യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, പോയി വായിച്ചാൽ മതി. പേടിച്ച് നിന്ന യോശുവയെ കൊണ്ടാണ് ദൈവം കനാൻ ദേശത്തേക്ക് നടത്തിയത്. ഇനി യോശുവയ്ക്ക് പേടിയുണ്ടെന്നും പേടിച്ച് നിന്ന യോശുവയെ കൊണ്ടാണ് നടത്തിയെന്ന് ഞാൻ എങ്ങനെ പറയുന്നത്? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം വായിച്ചാൽ അതിന്റെ 9-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ജോഷുവ ചാപ്റ്റർ 1 verse 9. നീ പോകുന്നിടത്തൊക്കെയും ഉണ്ട്, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. 1 തൊട്ട് യഹോവ 9 വരെ യോശുവയെ ധൈര്യപ്പെടുത്തുക. മോനെ പേടിക്കല്ലേ, യോശുവ മോനെ പേടിക്കല്ലേ, മോശയുടെ കൂടെ ഞാൻ നടന്നത് നീ കണ്ടില്ലേ, മോനെ ഞാൻ നിന്റെ കൂടെ കാണുകടാ, നീ പേടിക്കല്ലേ, ധൈര്യമായിരിക്കടാ. യോശുവയെ തമ്പുരാൻ തന്നെ നേരിട്ട് ധൈര്യമാക്കിയിട്ടാണ് ഇറക്കിയത്. ഇന്ന് രാത്രി ചില യോശുവമാരെ ധൈര്യമാക്കാൻ ദൈവം ഇവിടെ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ സംശയിച്ചു നിൽക്കുമ്പോൾ, നീ ഭയന്ന് നിൽക്കുമ്പോൾ, കനാനെ അവകാശമാക്കുവാൻ മടിച്ചു നിൽക്കുമ്പോൾ, നിന്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ ശത്രുവിനെ കൊണ്ട് തൊടിയിക്കാതെ നിന്റെ കയ്യിൽ തരുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാഗ്ദത്ത ദേശമായ കനാൻ അവകാശമാക്കണം. അത് യോശുവയ്ക്ക് സാധിക്കുകയുള്ളൂ. അത് യോശുവയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു അനുഭവമാണ്. ഭയം നിറഞ്ഞ യോശുവയെ കൊണ്ടാണ് വാഗ്ദത്തം നേടിയെടുക്കാൻ ദൈവം ഉപയോഗിച്ചത്. നീ ഭയമാണെങ്കിലും പേടിക്കണ്ട, അത് നിന്റെ സ്വഭാവമായിരിക്കും. പക്ഷെ ദൈവം അത് മാറ്റാൻ പോവുകയാണ്. യോശുവയെ നീ ഭയപ്പെടേണ്ട, മോശയോട് കൂടിയിരുന്ന ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സാധാരണ പിള്ളേർക്ക് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ ടോർച്ച് ലൈറ്റിനെക്കാട്ടിലും ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമോ? അപ്പച്ചനോ അമ്മച്ചിയോ കൈ പിടിച്ച് കൂടെ വരുന്നതാണ്. മോനെ ടോർച്ച് ലൈറ്റ് എടുത്തു, അങ്ങോട്ട് പോക്കോ, കുഴപ്പമില്ല, പോകുന്ന വഴിക്ക് വരാന്തിലെ ലൈറ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ കുഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ പിന്നെയും നോക്കും. അപ്പച്ചൻ എന്തോ വിചാരിക്കണേ, ടോർച്ച് ലൈറ്റ് ഇട്ടോ വരാന്തിലെ ലൈറ്റ് ഇട്ട് ഇറങ്ങിപ്പോക്കോളെ. അതേസമയം അപ്പച്ചൻ അവിടെ നിന്നേച്ച് ടോർച്ച് ലൈറ്റും വേണ്ട, ഒന്നും വേണ്ട, മോനെ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ചാൽ അവൻ കണ്ണും അടച്ചിറങ്ങിപ്പോവും. പാമ്പുണ്ടോ, കൂമ്പുണ്ടോ, കുഴിയുണ്ടോ ഒന്നും നോക്കില്ല. യഹോവയായ ദൈവം നിന്റെ കൈക്ക് പിടിച്ച് യോശുവയുടെ കൂടെ മുമ്പോട്ട് പോയതുപോലെ കനാൻ ദേശത്തേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് നിന്റെ കൂടെ ഇറങ്ങുമ്പോൾ നീ ധൈര്യമായിട്ട് അങ്ങ് പോയാൽ മതി. അപ്പച്ചന്റെ കരം പിടിച്ചാൽ മതി. പിന്നെ നീ പേടിക്കേണ്ട കാര്യമില്ല. ദൈവം നിന്റെ വെളിച്ചമായി, അവൻ നിന്റെ രക്ഷയായി, അവൻ നിന്റെ പാറയായി, അവൻ നിന്റെ പരിചയായി, അവൻ നിന്റെ കോട്ടയായി നിന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇത് അനുഭവിക്കുന്ന ദൈവമക്കൾ എന്ന് പറഞ്ഞപ്പോ ഇത്രയും ഹല്ലേലൂയ ഉള്ളോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പരിചയായി നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പേടിയുള്ളവരെ കൊണ്ട് യുദ്ധത്തിന് പറ്റില്ല. അതുകൊണ്ടാണ് ശൗലും സകല പടയാളികളും പേടിച്ചു നിന്നപ്പോൾ അഭിഷേകം ജ്വലിച്ചു നിന്ന ദാവീദ് അഭിഷേകത്തിന്റെ ശക്തി മുമ്പോട്ട് പോയത്. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിച്ച്. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഗിദെയോൻ പറയുകയാണ്, ആർക്കെങ്കിലും പേടിയും ഭയവും ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ, ഇനിയും ഭയം മാറ്റിയിട്ട് അടുത്ത ഞായറാഴ്ച വന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 2-ാം തീയതി നല്ല ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ ആയിരുന്നു വിൽസൺ ബ്രദറിന്റെ വീട്ടിൽ. അന്നുള്ളവരുടെ പേടിയൊക്കെ പോയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പോയിട്ടില്ലെങ്കിൽ അധികം വൈകാതെ ഒരു ഫാസ്റ്റിംഗും പ്രെയറും കൂടെ വെക്കുക. പേടി പോകുന്നവരെ നീ ദൈവത്തെ സ്തുതിക്കുക, പേടി മാറ്റിയിട്ട് നീ ആരാധിക്കാവൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാചിന്റെ ഈ തന്ത്രം എന്നുമായിട്ട് അവസാനിക്കണം. ഇനി മേല നിന്റെ പുറകെ പത്തി കൊണ്ടുവരരുത്. അതെന്നേക്കുമായി നിന്നെ വിട്ടുപോകണം. ഹല്ലേലൂയാ. ഗിദെയോൻ അറിയാം, പേടിയുള്ളവരെ കൊണ്ട് യുദ്ധത്തിന് പോയാൽ തീർച്ചയായിട്ടും തോറ്റുപോകും. പ്രൈസ് ദി ലോർഡ്. ചില പിള്ളേര് പരീക്ഷ എഴുതുമ്പം കരഞ്ഞും കൈവിരിച്ചും ഒക്കെ കാണിക്കും, അങ്ങനെങ്കിലും 10 മാർക്ക് വീണോട്ടെ. ഞാൻ എക്സാമിനറായിട്ട് പോകുന്നതുകൊണ്ട് എനിക്കറിയാം, അങ്ങനെ വീഴുമ്പോൾ ഒന്നും എനിക്ക് തോന്നില്ല. ഇവൻ അറിയാൻ വയ്യാത്ത മണ്ടനാണോ എന്നേ ഞാൻ വിചാരിക്കുള്ളൂ. അതേസമയം അറിയാവുന്ന പിള്ളേരാണെങ്കിൽ ധൈര്യത്തോടെ അവിടെ നിന്നേച്ച് സ്റ്റൈലിൽ ഉത്തരം പറയും. അവർ പറയുന്ന കേട്ടാൽ അറിയാം അവർക്കറിയാമെന്ന്. ഇനി ഇതിനിടയ്ക്കൊരു ടീമുണ്ട്, വലിയ അറിവില്ല, കുറച്ചറിവുണ്ട്, പക്ഷെ പേടിയില്ല. അവർ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നല്ല നല്ല അനുഗ്രഹമാണ്. ചിലപ്പോൾ മാർക്കും കിട്ടും, പാസ്സാകുകയും ചെയ്യും. അവർ പറയുന്ന രീതിക്ക്, അവന്റെ അറിവിന്റെ ഗുണം കൊണ്ടല്ല, അവൻ പറയുന്ന സ്റ്റൈലിന് ചിലപ്പോൾ അവൻ രക്ഷപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നീ സാക്ഷ്യം പറയുമ്പോൾ സാക്ഷ്യം പറയുന്ന രീതി കേട്ട് പിശാച് ഓടിപ്പോണം.
പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ കഷ്ടപ്പാടായിരുന്നു, കഴിഞ്ഞ ആഴ്ച മുഴുവൻ പോരാട്ടമായിരുന്നു, ഈ ആഴ്ച മുഴുവനും അങ്ങനെയായിരുന്നു, ജനിച്ച് രക്ഷിക്കപ്പെട്ട സമയം തൊട്ട് ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞാൽ അന്നൊരു പുതിയ വിശ്വാസി വന്നിട്ടുണ്ടെങ്കിൽ മേലാൽ ഇനി ആരാധനയ്ക്ക് വരില്ല. പ്രൈസ് ദി ലോർഡ്. നീ സാക്ഷ്യം പറയുമ്പോൾ ജയത്തിന്റെ സാക്ഷ്യമായിരിക്കണം. നീ സ്നേഹത്തോടെ വേണം പങ്കുവെക്കുവാൻ. ആരോട് സംസാരിച്ചാലും അങ്ങനെ ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പേടിയുള്ളവനെ ഗിദെയോന് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. ഇനിയും ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് മർമ്മപ്രധാനമായ ഒരു വിഷയം മനസ്സിലാക്കാൻ പോവുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യം. എന്തുകൊണ്ടാണ് ഇയ്യോബിന് എല്ലാം നഷ്ടപ്പെട്ടതെന്നും എന്തുകൊണ്ടാണ് ഇയ്യോബ് ഇത്രയും വലിയ ശോധനയിൽപ്പെട്ടെന്നും ഇയ്യോബ് തന്നെ 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഞാൻ പേടിച്ചത് മുഴുവൻ എനിക്ക് സംഭവിച്ചു, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചു. അപ്പൊ മക്കൾ ചത്തതും ആടുമാടി ചത്തതും എല്ലാം നഷ്ടപ്പെട്ടതും ഇയ്യോബ് എന്ത് ചെയ്തായിരുന്നു? പേടിച്ചതായിരുന്നു. സംശയമുള്ളവർക്ക് അതിന് മുമ്പുള്ളത് കേട്ടാ അറിയാം. അവൻ യാഗമർപ്പിച്ച് അവൻ കർത്താവിനെ ആരാധിക്കാനല്ല അത്രയും യാഗം മുഴുവൻ വെച്ചത്. ഇവരെ ഒന്നും കുഴപ്പം വരരുതെന്ന് വെച്ചിട്ടാണ്. ചില പ്രാർത്ഥനയ്ക്ക് വരുന്നത് അതിനാണ്, കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. ചില പ്രാർത്ഥനയ്ക്ക് വരുന്ന ഉള്ള കുഴപ്പം നീങ്ങിപ്പോകാൻ. കർത്താവിനെ കാണാൻ പറഞ്ഞു. ഈ പേടിച്ചല്ല കർത്താവിനെ ആരാധിക്കുന്നത്. പലരും ആരാധിക്കുന്ന പേടി കൊണ്ടാണ്. പിശാച് നിന്നെ പിടിക്കാതിരിക്കാനാണോ സ്വോത്രം പറയുന്നത്? സർവശക്തനായ ദൈവത്തിന്റെ വെളിപാടിന്റെ മുമ്പിലാണ് നീ സ്വോത്രം പറയുന്നത്. പിശാച് തന്നെ ഓടിപ്പോകും, പമ്പ കടക്കും. ഇയ്യോബ് പേടിച്ചത് മുഴുവൻ അവന് ഭവിച്ചു. നിനക്ക് സമ്പത്ത് നഷ്ടമാകുമെന്ന് പേടിച്ചാൽ നഷ്ടമാകും. ഭയപ്പെടരുത്. വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഇടിക്കുമെന്ന് പേടിച്ചാൽ എങ്ങനെ ഇരിക്കും? തീർച്ചയായും വണ്ടി ഇടിക്കും. നീന്തുമ്പം വെള്ളം കുടിക്കുമെന്ന് ചിന്തിച്ചാൽ അങ്ങനെ ഇരിക്കും? നീ നല്ലവണ്ണം വെള്ളം കുടിക്കും. നീന്തുമ്പോ സുഖമായിട്ട് നീന്തണം. വണ്ടി ഓടിക്കുമ്പോൾ ധൈര്യമായിട്ട് പോകണം. ക്രിസ്തീയ ജീവിതത്തിൽ ജയഘോഷമായി പോകണം. യൂദയിൻ സിംഹമായ ദൈവം നിന്നെ വഴി നടത്തുവാൻ വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജയഘോഷമായി മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഒരു കാരണവശാലും നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഭയം വരുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇയ്യോബിന് എന്തുകൊണ്ട് കഷ്ടതയുണ്ടായി? എന്തുകൊണ്ടുണ്ടായി? അവൻ ഭയന്നത് അവന് സംഭവിച്ചു. ഇയ്യോബിന്റെ പുസ്തകം 3:25 ഒരിക്കലും മറക്കരുത്. ഇയ്യോബ് പേടിച്ചത് അവന് സംഭവിച്ചു. ദൈവമക്കള് പലരും ഇന്ന് കഷ്ടത അനുഭവിക്കുന്നത്, ദുഃഖത്തിലും അപകടത്തിലും പെടുന്നതിന്റെ കാര്യം they were afraid. Let me remind you, don't be afraid of sickness and calamity. You are welcoming it. അസുഖത്തെയും അപകടങ്ങളെയും ഭയന്ന് കഴിയുമ്പോൾ നീ അറിയാതെ സ്വാഗതം ചെയ്യുകയാണെന്ന് മറക്കരുത്. ഇയ്യോബിന് പറ്റിയ മണ്ടത്തരം ഒരു കാരണവശാലും നിനക്കുണ്ടാകരുത്. സകലത്തിന്റെ സൃഷ്ടിതാവായ ദൈവം നിന്റെ കൂടുണ്ടെന്നും ദൈവം യഹോവയായ ദൈവം നിന്റെ പരിചയമാണെന്നും അതിമഹത്തായ പ്രതിഫലമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒന്നിനെയും ഭയപ്പെടാതെ മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അവൻ ഭയന്നത് അവന് സംഭവിച്ചു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 28-ാം വാക്യം. ഇതിനകത്ത് വേറൊരു മർമ്മം കൂടെ ഉണ്ട്, അതുകൂടെ മനസ്സിലാക്കണം. ജോബ് 9:28. Since I am held guilty, why should I bother? Yeah. No soap can wash away my sins. Yes. God throws me into a pit of filth. Yeah. And even my clothes are ashamed of me. Yeah. If God were human, I could answer him. Yeah. We could go to court to decide our quarrel. Yeah. But there is no one to step between us. ഇവിടെ ഇയ്യോബ് ദൈവവുമായിട്ട് അവന്റെ ബാലൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവൻ പറയുന്ന ഒരു വാക്യമാണ്, ഐ വാസ് അഫ്രെയ്ഡ് ഓഫ് സോറോസ് ആൻഡ് സഫറിങ്സ്. ഞാൻ എന്റെ വ്യസനമൊക്കെയും ഓർത്ത് ഭയപ്പെട്ടു. അങ്ങനെ ആവുമ്പോൾ ഞാൻ നീതിമാനാണെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പിൽ എങ്ങനെ പോയി ആർഗ്യൂ ചെയ്യുമെന്നാ ചോദിക്കുന്നു. ഞാൻ അറിയാതെ എന്റെ വ്യസനമൊക്കെയും ഓർത്ത് ഭയപ്പെട്ടു. ഇന്ന് ആരെങ്കിലും വ്യസനങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നെങ്കിൽ, നീങ്ങാൻ വയ്യാത്ത കടം തലയിൽ ഇരിക്കുമ്പം അതിനെ ഓർത്ത് അറിയാതെ കരയാൻ ചിലപ്പം പിശാച് നിന്നോട് പറയും, ഇതൊരിക്കലും നിന്റെ തലേന്ന് പോകില്ലടാ, ഇത് നിന്റെ ഗതികേടാണെന്ന് പിശാച് നിന്നോട് പറയുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, പിശാച് ഇത് എന്റെ തലേന്ന് മാറ്റുന്ന ദൈവമാണെന്ന് പറയുമ്പോൾ, നിന്റെ തലയിൽ എഴുത്തുകളെ തിരിച്ചെഴുതുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഒരു കാരണവശാലും ശത്രു നിന്റെ മനസ്സിൽ കൊണ്ടുവരുന്ന ചിന്തയെ വളർത്തരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പം ചില പേഷ്യൻസ് എൻ്റെ അടുക്ക വന്നേച്ച്,
പിള്ളേരുടെ ഐക്യു കാണിച്ചേച്ച് പറയും ഇത്രയേ ഉള്ളൂ, എന്താ ചെയ്യേണ്ടിയെന്ന്. ഞാൻ പറയും ഇതൊക്കെ തുടച്ചു മാറ്റാൻ ദൈവത്തിന് അറിയാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇവർ പാസ്സാകില്ല എന്ന്. തിരിച്ച് വിശ്വസിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ചിലർക്കുള്ളൊരു കുഴപ്പം, പ്രാർത്ഥനയ്ക്ക് വരുന്നത് മുഴുവൻ അവർ ഭാവി അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ പ്രവാചകന്മാരോടുള്ള എക്സ്ട്രാ താല്പര്യം. അതിന് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പ്രവചനത്തെ ഞാൻ തുച്ഛീകരിക്കുന്നില്ല. പക്ഷെ നാളത്തെക്കുറിച്ചുള്ള പേടിയിലാണ് ഇവർ ഓടുന്നത് മുഴുവൻ. അപ്പം നാളത്തെ കാര്യങ്ങളൊക്കെ സെറ്റിലാണെന്നൊന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സമാധാനമാണ്. ഈ കൈനോട്ടക്കാരുടെ അടുക്ക പോകുന്ന പോലാണ് അവരുടെ ഓട്ടം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നിന്റെ കുടുംബത്തെക്കുറിച്ചും നിന്റെ ഭാവിയെക്കുറിച്ചും നല്ലതായിട്ട് കരുതുന്നു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ദൈവദാസനിൽ നിന്ന് നിനക്കറിയേണ്ട ഏക കാര്യം അടുത്ത പദ്ധതി എന്താണെന്നാണ്, അടുത്ത ജോലി എന്താണെന്നാണ്, ദൈവത്തിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ്. നിനക്ക് സംഭവിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചും വിഷമിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ദൈവമേ എന്നോട് സംസാരിക്കണമേ, ഞാൻ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഞാൻ ചോദിക്കേണ്ടത്. അപ്പൊ ദൈവം നിന്നോട് സംസാരിക്കും. ഞാൻ എന്ത് ചെയ്യാനാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇന്ന് രാത്രി വന്നപ്പോൾ എത്ര പേര് അത് ചിന്തിച്ചാ വന്നിരിക്കുന്നത്? ദൈവമേ അടുത്ത ശുശ്രൂഷ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? പേടിയെല്ലാം മാറ്റിക്കഴിഞ്ഞിട്ട് എനിക്ക് ധൈര്യം തരണമേ, ആ ദാവീദിന്റെ അഭിഷേകം തരണമേ, ശക്തിയോടെ മുമ്പോട്ട് പോകുവാൻ എനിക്ക് കൃപ തരണമേ. ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് സിക്നസ് ആൻഡ് കലാമിറ്റി. That will be a welcoming sign in your life. So don't ever think of failures. God will wipe away your failures and tears. അനേക കാര്യങ്ങൾ എനിക്ക് ഇനിയും തുടർന്ന് ഭയത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവസാനമായി 2 വാക്യങ്ങൾ വായിച്ച് ഞാൻ നിർത്തട്ടെ. ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം, അതിന്റെ 31 അധ്യായം 8 വാക്യം. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോടുകൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. യഹോവയായ ദൈവം നിന്റെ മുമ്പേ നടക്കുന്നത് കൊണ്ട്, നിന്നെ കൈവിടാതെയും ഉപേക്ഷിക്കാതെയും ഇരിക്കുന്നത് കൊണ്ട് നീ പേടിക്കരുത്. എത്ര പേർക്ക് ഉറപ്പുണ്ട് നിന്റെ മുമ്പേ പോകുന്ന തമ്പുരാനാണ്? നീ വീട്ടിൽ നിന്ന് ശക്തനിലോട്ട് ഇറങ്ങുമ്പോൾ നിന്റെ വണ്ടിയുടെ മുമ്പിൽ പൈലറ്റ് കാർ പോലെ ഓടുന്നുണ്ട്, കിടുകിടാന്ന് അടിച്ച് ഓടുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഓടുന്ന രക്ഷയല്ല നിന്റെ മുമ്പിൽ ഓടുന്നത്, സർവശക്തന്റെ രഥങ്ങളാണ് നിന്റെ മുമ്പിൽ ഓടുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നിന്റെ മുമ്പിൽ പോകുന്നത്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പലയിടത്തും കൺവെൻഷൻ ചെല്ലുമ്പോൾ വണ്ടി ഓടിച്ച് തന്നെയാ പോകുന്നത്. അവിടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും ഡോക്ടർ തന്നെയാണോ വന്നേന്ന്. ഇവിടുന്ന് പാലക്കാട് ചെല്ലും, കോയമ്പത്തൂർ ഓടിക്കും, അടൂർ വരെ പോകും. ലാൻഡ് ചെയ്യുന്ന കറക്റ്റ് സമയത്താണ് പ്രസംഗിക്കാൻ. ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും ഡോക്ടർ തന്നെയാണോ വന്നേന്ന്. ഞാനൊന്ന് ചിരിച്ചേച്ച് പറയും, സൈന്യങ്ങളുടെ യഹോവയും സൈന്യവും എന്റെ കൂടെ ഉണ്ട്, അതിപ്പോ സ്റ്റേജിലോട്ട് പോകുന്നു പറയും. ഹല്ലേലൂയ. മടങ്ങി രാത്രി വരുമ്പോ അതും എന്റെ കൂടെ ഉണ്ട് അകമ്പടിയായിട്ട്. ഏലിയാവിന്റെ ദൈവം അകമ്പടിയായിട്ട് ശുശ്രൂഷയ്ക്ക് ശേഷം ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ ഓടിച്ചുവെങ്കിൽ ഇന്ന് നിന്നെയും ഓടിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. ഭയമില്ലാതെ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നിന്റെ മുമ്പേ പോകുന്ന ദൈവമാണ്, സൈന്യങ്ങളുടെ യഹോവയാണ്. ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ ഏലിയാവിനെ ഓടിച്ച ദൈവം നിന്നെ ഓടിക്കും. സംശയം മാറി ഓടാൻ റെഡിയായാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് സംശയവും ഭയവും മാറ്റി ഓടാൻ റെഡിയാകുകയാണ്? ജീവിതത്തെ വിശ്വാസത്തോടെ അഭിമുഖീകരിക്കുവാൻ, ധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാൻ, മുമ്പോട്ട് പോകുവാൻ, ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവം നിങ്ങളെ ഉറപ്പിക്കുമാറാകട്ടെ. ഉറച്ചു നിന്നാൽ മാത്രം മതി. രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ഉറച്ചു നിൽക്കണം, കുലുങ്ങിപ്പോകരുത്. അവസാനമായി ഐസായ ചാപ്റ്റർ 43 വേഴ്സ് 1, യേശയ്യാ പ്രവചനം 43 അധ്യായം അതിന്റെ 1 വാക്യം വായിക്കാം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ. ഡോക്ടർ ജോർജ് കോവൂരെ, ഹൈഡ്രോകഫാലിക്കായി നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ സൃഷ്ടിച്ചവനായ യഹോവ. ഹല്ലേലൂയ. തലയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന മാറാ രോഗിയായ ഒരു കുഞ്ഞായിട്ട് നിന്നെ ഉണ്ടാക്കിയ ദൈവം അത്ഭുതവും ഭയങ്കരമായിട്ടാണ് ഉണ്ടാക്കിയത്. അതിനെ മാറ്റാനും അതേ ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. നിന്നെ സൃഷ്ടിച്ചവനായ ദൈവം, നിന്നെ ഉളവാക്കിയവനായ ദൈവം ഇന്ന് രാത്രി നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. നീ പിണ്ഡാകാരമായിരുന്നപ്പോഴേ ദൈവം കണ്ടു. നിന്റെ ജീവിതത്തിന്റെ നാളുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. തുറന്നു വായിച്ചോ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവം എല്ലാവർക്കും പേരിട്ടിട്ടുണ്ട്. വീണ്ടെടുത്ത ദൈവം എല്ലാവരെയും പേർ ചൊല്ലിയാ വിളിക്കുന്നത്. ഇടയനായ ദൈവം ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു. പേരില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, അഡ്രസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ സ്വർഗരാജ്യത്തിൽ പേരും അഡ്രസ്സും മേടിച്ചോ. എന്റെ പേര് അവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അഡ്രസ് ഉണ്ട്, എനിക്ക് മാളികയുണ്ട്, വലിയ സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പേരുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം പേര് ചൊല്ലി വിളിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പിന്നെ അടുത്ത വാക്യം, നീ എനിക്കുള്ളവൻ തന്നെ, യു ആർ മൈൻ. ദൈവം പറയുകയാണ്, നീ എനിക്കുള്ളവനാണ്, ഒറ്റ ശക്തിക്കും തൊടാൻ പറ്റുകയില്ല, ഒന്നിനും അവന്റെ കയ്യിൽ നിന്നെ പറിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ ഉള്ളം കൈകൾ നിന്നെ വരച്ചു വെച്ചിരിക്കുകയാണ്. അവന്റെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ ഉള്ളിലാണ് നീ ഇരിക്കുന്നത്. ഒരു ശത്രുവിനും നിന്നെ തൊടുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ. യു ആർ മൈൻ. ഐ നോ ഐ ബിലോങ് ടു ജീസസ്. ഡു യു നോ യു ബിലോങ് ടു ജീസസ്? നീ ദൈവത്തിന്റെ സ്വന്തമാണെന്ന് ഇന്ന് രാത്രി നീ മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യു ഡോണ്ട് ബിലോങ് ടു ദ ഡെവിൾ. യു ഡോണ്ട് ബിലോങ് ടു ദ വേൾഡ്. യു ഡോണ്ട് ബിലോങ് ടു എനി ഫാമിലി. യു ഡോണ്ട് ബിലോങ് ടു എനി കോൺഗ്രിഗേഷൻ. യു ബിലോങ് ടു ജീസസ്. നീ യേശുവിന്റെ സ്വന്തമാണ്. നീ അവനുള്ളവനാണ്. അടുത്ത വാക്യം വേഗം വായിച്ചു. വെള്ളത്തിൽ കൂടെ കടന്നാലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. തിരമാല പൊങ്ങി നിന്നെ മുക്കാൻ നോക്കുമ്പോൾ നദിയുടെ മേളിൽ കൂടെ നടക്കുന്ന നിന്നെ പൊക്കിക്കൊണ്ട് തിരമാലയുടെ ലെവലിനെ കുറയ്ക്കുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 30 അടി ഉയരത്തിൽ തിരമാല സുനാമി പോലെ പൊങ്ങുമ്പോൾ 50 അടി ഉയരത്തിൽ നിന്നെ കൈക്ക് പിടിച്ചു നിർത്തും ദൈവം. 100 അടി ഉയരത്തിൽ തിരമാല പോലെ സുനാമി പൊങ്ങുമ്പോൾ 120 അടി മേളിൽ ദൈവം നിന്നെ പിടിച്ചു നിർത്തും. ഒരിക്കലും അത് നിന്നെ മുങ്ങുവാൻ അനുവദിക്കുകയില്ല. തിരമാല പൊങ്ങിക്കോട്ടെ, അതിന്റെ മേൽ പൊക്കുന്ന ദൈവത്തിന്റെ കരം നിന്റെ കയ്യിലുണ്ട്. അതൊരു സുഖമാണ്. വലിയ തിരമാല നീന്തുന്നവർക്കറിയാം, വരുമ്പോ പൊക്കി അതിന്റെ മേളിൽ നിൽക്കാൻ നല്ല രസമാണ്, മുഴുവൻ കാണാം. തിരമാല പൊക്കിക്കഴുത് സാധാരണ പൊക്കലൊന്നുമല്ല. ആ പൊക്കലിന്റെ പുറത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തന്നെ സ്തോത്രം വരും. ഹല്ലേലൂയ. ദൈവമേ, നീ എന്നെ വിടുവിച്ച വിടുതലിനായി നന്ദി, രക്ഷയ്ക്കായി നന്ദി. കാറ്റടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും തിരമാല എത്ര ഉയർന്നാലും അത് നിന്നെ കവിയുകയില്ല. തുടർന്ന് വായിച്ച ഒരു വാക്യം വായിച്ചത്, നീ തീയിൽ കൂടെ നടന്നാൽ നിന്റെ കെമിസ്ട്രിയെ മാറ്റാൻ തീക്ക് സാധിക്കുകയില്ല. ബാക്കി എല്ലാ സോൾട്ടും ബാക്കി എല്ലാ വെള്ളവും തീയുടെ ഉള്ളിൽ വറ്റിപ്പോകുമ്പോൾ നിന്റെ സെല്ലിന്റെ ഒരു കെമിസ്ട്രി മാറ്റുവാൻ ദൈവം അനുവദിക്കുകയില്ല. തീ നിന്നെ ദഹിപ്പിക്കുകയില്ല. തീയിൽ 4ാമനായി ഇറങ്ങി വന്ന ദൈവം തീയുടെ സൃഷ്ടാവാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ തീയിൽ കൂടെ കൽപ്പിക്കുമ്പോൾ തീയുടെ സ്വഭാവത്തെ ദൈവം മാറ്റിക്കളയും. ഹല്ലേലൂയ. തീയുടെ സ്വഭാവത്തെ മാറ്റിക്കളയും. അതുവരെ ദഹിപ്പിക്കുന്ന തീ നിനക്ക് എയർ കണ്ടീഷൻ മാത്രമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോയോട് ചോദിച്ചു, എത്ര ചൂടുണ്ടായിരുന്നു? എന്തായിരുന്നു എയർ കണ്ടീഷൻ? ഞങ്ങൾ തീ കണ്ടില്ല, ഞങ്ങൾ ദൈവപുത്രനെ മാത്രമേ കണ്ടുള്ളൂ. തീ നിന്നെ ദഹിപ്പിക്കുകയില്ല. തീയിൽ 4ാമനായി ഇറങ്ങിയിരിക്കുന്ന ദൈവശക്തി നീ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും സമയം ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ശത്രു ഭയം നിന്റെ ഹൃദയത്തിലിട്ടിരിക്കുമ്പോൾ, നിന്നെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ, നിന്നെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ, വിടുതലിന്റെ ദൈവശക്തി നിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് രാത്രി ദൈവം ഇടയാക്കുമാറാകട്ടെ. നീ ഏത് സാഹചര്യത്തിലാണേലും, നീ ഏത് സ്ഥാനത്താണേലും, ഇന്ന് രാത്രി നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവനിൽ രക്ഷയുണ്ട്, അവനിൽ വിടുതലുണ്ട്, അവനിൽ സൗഖ്യമുണ്ട്, അവനിൽ അനുഗ്രഹമുണ്ട്. ഈ വലിയേറിയ ദൈവ സാന്നിധ്യം തുടർന്നും അനുഭവിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബന്ധനത്തിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ,
നിന്നെ വലിച്ച് തീയിലോട്ട് എറിയുമ്പോൾ നിന്റെ കയറിന്റെ കെട്ട് മാത്രമേ പോവുകയുള്ളൂ. ആ ബന്ധനം അഴിഞ്ഞു പോകും, പക്ഷെ നീ കത്തുകയില്ല. ഹല്ലേലൂയ. നിന്നെ കെട്ടിയിരിക്കുന്ന ചരട് കത്തിപ്പോകും, പക്ഷെ നീ കത്തിപ്പോകുകയില്ല. നിന്നെ കത്താതെ സൂക്ഷിക്കും. തിരമാലയുടെ മധ്യേ ദൈവം നിന്നെ നടത്തും. നീ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിന്നെ നടത്തുന്നത് നിന്റെ ദൈവമാണ്. സകലത്തിന്റെ സൃഷ്ടാവാണ്. നിന്റെ ഉടയവനാണ്. നീ അവന്റെ സ്വന്തമാണ്. യു ബിലോങ് ടു ജീസസ്. യു ബിലോങ് ടു ജീസസ്. അവനാണ് നിന്നെ വീണ്ടെടുത്തത്. അവനാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നത്. അവനിൽ പൂർണ്ണമായി സമർപ്പിപ്പാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കുമോ? പ്രാർത്ഥിക്കുമോ? ദൈവാനുഗ്രഹം ഇന്ന് രാത്രി ഏറ്റെടുക്കുമോ? സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, ഭയത്താൽ കഷ്ടപ്പെട്ടുകൊണ്ട് പിശാച് പേടിപ്പിച്ച് പീഡിപ്പിച്ച് തകർന്നു എന്ന് പറഞ്ഞ് നിരാശയിൽ ഇട്ടുകൊണ്ട് സന്തോഷത്തെ എടുത്തു മാറ്റി കണ്ണുനീരിനാൽ ജീവിതത്തെ നിറച്ച് കുടുംബത്തെ നശിപ്പിക്കുന്ന എല്ലാ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. നിരാശകൾ നീങ്ങിപ്പോകട്ടെ, കണ്ണുനീര് നീങ്ങിപ്പോകട്ടെ, സന്തോഷം ഇറങ്ങി വരട്ടെ, വിടുതൽ ഇറങ്ങി വരട്ടെ, ദൈവകൃപ വ്യാപരിക്കുമാറാകട്ടെ. ദൈവശക്തി എന്തെന്ന് അനുഭവിപ്പാനും ദൈവശക്തിയിൽ മുന്നേറുവാനും സ്വർഗത്തിലെ അപ്പച്ചായി ഇടയാക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പീരിക്കൽ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലാത്തത് കൊണ്ട് ഭയത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചെടുത്തുകൊണ്ട്, ധൈര്യത്തിന്റെ സുബോധത്തിന്റെയും സ്നേഹത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചെടുത്തുകൊണ്ട് മുമ്പോട്ട് ജീവിപ്പാൻ കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. വേഗം വരുന്ന അങ്ങേക്കായി ഞങ്ങളെ ഒരുക്കിയാട്ടെ. മാനവ മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്രയും സമയം ദൈവവചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ അയക്കുക, എഴുതുക, വിളിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയുണ്ട് എന്നൊരിക്കലും മറക്കരുത്. അനേക ജീവിതങ്ങൾ കഴിഞ്ഞ ഒരു വർഷം മുഴുവനും ഈ പ്രോഗ്രാമിലൂടെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കത്തുകൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്നും വചനം കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക, അവന്റെ വരവിന് വേണ്ടി ഒരുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.